MAPC-യുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൗൺസിലിംഗ് എടുക്കുന്നവർക്കും അതുപോലെ ക്ലിനിക്കൽ എടുക്കുന്നവർക്കുള്ള ഡീറ്റെയിലുകളൊക്കെ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക, സംശയങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുക. എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട ഹനീഫ് സാറിനെയും അതോടൊപ്പം നിസാദ് സാറ്, ഫുആദ് സാറ്, മുസദ്ദിഖ് സാർ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ എത്തിയിരിക്കുന്ന MAPC ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും രജിസ്റ്റർ ചെയ്തവരൊക്കെയാണ് ഉള്ളത്. അവരെയും ഈ സെഷനിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹനീഫ് സാർ. താങ്ക് യു സാർ. നമുക്ക് സെഷൻ തുടങ്ങാല്ലേ? കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സമയം വൈകണ്ടെന്ന് എഴുതിയിട്ടാണ് കിടക്കാം. ഇഗ്നോയിലെ PG സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇതിലുള്ളത്. കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ഓറിയന്റേഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 1985 പാർലമെന്റ് ആക്ട് അനുസരിച്ച് വന്ന 2.5 മില്യൺ കുട്ടികൾ പഠിക്കുന്ന 67ഓളം റീജിയണൽ സെന്ററുകളും 3000ഓളം സ്റ്റഡി സെന്ററുകളും ഉള്ള വലിയ ഒരു സംവിധാനമാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളുള്ളത്. ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PG ഡിപ്ലോമ ഉണ്ട്, PhD ഉണ്ട്. ഇങ്ങനെ പലതരത്തിൽ വിശാലമായി കിടക്കുന്ന എഡ്യൂക്കേഷൻ നോളജ് സ്പ്രെഡ് ചെയ്യുക, പരിപോഷിക്കുക. ഇതാണ് ഇഗ്നോയുടെ ലക്ഷ്യം തന്നെ. ഇഗ്നോയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഉദാഹരണം കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ജെറിഡിക്ഷൻ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ജെറിഡിക്ഷൻ ഉണ്ട്. അതിന്റെ ആ ഒരു ജെറിഡിക്ഷൻ അഥവാ പരിധി, അധികാര പരിധിന്റെ അപ്പുറത്ത് അവർക്ക് കോഴ്സുകൾ നടത്താൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. UGC അംഗീകാരമാണ്. പക്ഷേ ഈ ഇഗ്നോ എന്ന് പറഞ്ഞാൽ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. UGCയുടെ അംഗീകാരമുള്ളതും അതിന് സമാനമായ ഒരു അതോറിറ്റിയും കൂടിയാണ് ഇഗ്നോ. മറ്റു പ്രത്യേകത ഇതിലെ അഡ്മിഷനും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനും വർഷത്തെ 2 പ്രാവശ്യം. ഇപ്പോൾ നമുക്ക് ജനുവരിയിൽ അഡ്മിഷൻ എടുക്കാം, ജൂലൈയിൽ എടുക്കാം. മാത്രമല്ല ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത് വേണമെങ്കിൽ പരീക്ഷ എഴുതാം, വേണമെങ്കിൽ പരീക്ഷ എഴുതാം. അങ്ങനെ മറ്റുള്ളതിനും കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവനവന്റെ ഇഷ്ടപ്രകാരം ഇൻഡിവിജ്വലൈസ് പഠിക്കാൻ പറ്റും. അവനവന്റെ പേസ് അനുസരിച്ച്, പ്ലേസ് അനുസരിച്ച്, ടൈം അനുസരിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. വലിയ കാശൊന്നും വേണ്ട. ICT ടൂളുകൾ ഉപയോഗിക്കുന്ന അതായത് സപ്പോർട്ടുകളൊക്കെ ഉള്ള ഭയങ്കര സംവിധാനങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിലെ MAPC എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. 2 വർഷത്തെ കോഴ്സാണ്. 4 വർഷം വരെ പോകാൻ പറ്റും. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഗ്രി വേണം ഏതെങ്കിലും വിഷയത്തിൽ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പോയിട്ട് ജനുവരി ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ എഴുതിയവരാണ് നിങ്ങൾ. അപ്പൊ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. സെക്കൻഡ് ഇയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു 6 പേപ്പർ ഉണ്ടാവും. നിങ്ങൾക്കറിയാം എല്ലാവർക്കും ഒന്നും ഉണ്ടാകുക. MPC 1, 2, 3, 4, 5, 6 പിന്നെ ഒരു പ്രാക്ടിക്കൽ പേപ്പർ 7 ഉണ്ടായിരിക്കും. ഇതാണ് അതിലുള്ളത്. സെക്കൻഡ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 വിഭാഗമായിട്ട് തിരിയാം. റോഡ് 3ആയി തിരിയുന്നുണ്ട്. ജംഗ്ഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകാം, ആ ഫീൽഡ് താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി മേഖലയിലേക്ക് തിരിയാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. 3 വഴിയിൽ സ്പെഷ്യലൈസ് ചെയ്തു പോകാം. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എല്ലാവരും പഠിച്ചത് ഒന്നാണ്. സെക്കൻഡ് ഇയർ വരുമ്പോൾ ദിസ് വേ ദാറ്റ് വേ ഓർ ദിസ് വേ, ഈ രീതിയിൽ നമുക്ക് പോകാം. ക്ലിനിക്കൽ ആ മേഖലയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന രീതി താല്പര്യം അങ്ങനെ പോകാം. റിസ്ക് എടുക്കാനും താല്പര്യമില്ല. അങ്ങനെ വലിയ അതിലേക്കും പോലെ കുറച്ച് കൗൺസിലിംഗും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം പെരിഫറലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ കൗൺസിലിംഗ് എടുക്കാം. എന്നാൽ അതല്ല, ഒരു കമ്പനിയിലൊക്കെ കയറി HR ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണം, ഒരു കോർപ്പറേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എടുക്കാം. ഇത് 3 ഇതിന്റെ റൂട്ടുകൾ. ഇനി നമ്മൾ അതിൽ ഓരോന്നിലേക്ക് പോകാം. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർഷം സെക്കൻഡ് ഇയറിൽ 4 പേപ്പറാണ് പഠിക്കുന്നത്. 3 എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. MPCE 11, MPCE 12, MPCE 13. ഇതാണ് ക്ലിനിക്കലിന്റെ സ്പെഷ്യലൈസ്ഡ് പേപ്പറുകൾ. 11, 12, 13. അപ്പുറത്തേക്ക് പോകുമ്പോൾ 21, 22, 23 ആയിരിക്കും ഉണ്ടാകുക. 11 സൈക്കോ പാത്തോളജി, ക്ലിനിക്കൽ ആണല്ലോ, പാത്തോളജിയാണ്. പിന്നെ അതിന്റെ ഡയഗ്നോസ്റ്റിക് ആയിരിക്കും. അങ്ങനെ പാത്തോളജി മനസ്സിലാക്കി പാത്തോളജി ഒക്കെ പഠിച്ച് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, തെറാപ്പിയിലേക്ക് നീങ്ങും. ഇതാണ് ഇതിന്റെ രീതി. ഈ 3 പഠിക്കുമ്പോഴേക്ക് മാനസിക രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള അത്യാവശ്യ തിയററ്റിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ാമത്തെ പേപ്പർ ഉണ്ട്, MPC 14, പ്രാക്ടിക്കംസ്. അഥവാ കഴിഞ്ഞ വർഷവും ഈ വർഷവും പഠിച്ച കുറെ തിയറി സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടിക്കംസ് ആണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ പിന്നെ പറയും.
അതോടൊപ്പം തന്നെ ഈ വർഷം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ സൈക്കോപാത്തോളജിയാണ് പഠിക്കണമെങ്കിൽ അവിടെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞത്. അതൊരു സൈക്യാട്രിക് സെന്ററിലോ അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ സെന്ററിലോ ഹോസ്പിറ്റൽ സംവിധാനത്തിൽ അംഗീകരിക്കപ്പെട്ട ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുക, എങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കേണ്ടത്, എങ്ങനെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെ കൊണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു. ഇത് ഏത് രോഗിയാണ്, ഇവനെ മാനസിക പ്രശ്നമാണോ അതല്ല ന്യൂറോട്ടിക് ആണോ സൈക്കോട്ടിക് ആണോ, സൈക്കോട്ടിക് ആണെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടും, ഏത് കാറ്റഗറി ആണോ, മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന പ്രാക്ടിക്കലി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചെയ്താലാണ് ഈ ഫീൽഡിൽ ക്ലിനിക്കൽ സൈക്കോളജിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്യാതെ പേപ്പർ ഒപ്പിച്ചുണ്ടെങ്കിൽ പാസ്സാകാം, പക്ഷെ നീതി പുലർത്താൻ നമുക്ക് മനസ്സാക്ഷിയോട് ഒരു നീതി ഇത് ചെയ്യണം. എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യണം. ഈ കോഴ്സ് കേസ് പേപ്പറിന്റെ അടിയിൽ ചെയ്യാൻ പറ്റും, പിന്നെങ്കിലും കാശ് കൊടുത്തിട്ട് ചെയ്യണം. ഇന്റേൺഷിപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ വിഷയം ശരിക്കും പഠിക്കണം. ഡ്രൈവിംഗ് നമുക്ക് എഴുതി പഠിക്കാമല്ലോ അല്ലെ, കുക്കിംഗ് നമുക്ക് എഴുതി പഠിക്കാം, പക്ഷെ കുക്ക് ചെയ്തുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതേ രൂപത്തിൽ ഇന്റേൺഷിപ്പ് എടുക്കുന്നത്. അപ്പൊ അതും പിന്നെയുള്ളത് നാലാമത്തെ തിയറി പേപ്പർ. അപ്പൊ 3 തിയറി പേപ്പർ ആദ്യം പറഞ്ഞു. ഒന്ന് സൈക്കോ പാത്തോളജി, സൈക്കോ ഡയഗ്നോസ്റ്റിക്, സൈക്കോ തെറാപ്പി. ഇതാണ് ക്ലിനിക്കലിലെ 3 തിയറി പേപ്പർ. നാലാമത്തത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 16 എടുക്കാം, അത് പ്രൊജക്റ്റ് ആണ്. ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതൊരു പ്രൊജക്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 46 എടുക്കാം, MPC 46. അത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, അത് തിയറിയാണ്. മേലെ പറഞ്ഞ പോലെ തിയറിയാണ്. പോസിറ്റീവ് സൈക്കോളജി എന്താണെന്നൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പേപ്പർ, 6ാമത്തെ പേപ്പർ അഥവാ 46 3 മണിക്കൂറിനായിരിക്കും പരീക്ഷ. മുകളിൽ പറഞ്ഞ 3 പേപ്പറും 2 മണിക്കൂറിനാണ്. മൊഡ്യൂളുടെ വലിപ്പം ആപേക്ഷികമായിട്ട് കുറവായിരിക്കും. 46 3 മണിക്കൂറിനായിരിക്കും. നിങ്ങൾ പ്രൊജക്ട് എത്രമാത്രം റിസ്ക് എടുക്കുന്നോ 6 ക്രെഡിറ്റ് ആണ്. അപ്പൊ അതിന് സമാനമാവുന്ന 3 മണിക്കൂറിന് പരീക്ഷ ഉണ്ടാകും. 100 മാർക്കിനായിരിക്കും ഉണ്ടാകുക. കുറച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. യൂണിറ്റുകളുടെ എണ്ണം കൂടുതലാണ്, കട്ടി കൂടുതലാണ് ആ പേപ്പർ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ നൽകുന്നുള്ളൂ. ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജിയിലെ പേപ്പേഴ്സ്. പാർട്ട് ബി. രണ്ടാമത് വന്ന കൗൺസിലിംഗ് സൈക്കോളജി. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്പെഷ്യലൈസ് സാറ് നമ്മോട് സംസാരിക്കാതിരിക്കാൻ കൂടുതൽ പോകുന്നില്ല. ഇത്രയും പേപ്പർ നേരത്തെ നമ്മൾ 11, 12, 13 പറഞ്ഞുകൊണ്ട് ഇവിടെ 21, 22, 23 കൗൺസിലിംഗ് സൈക്കോളജി തിയറി പഠിക്കലായിരിക്കും. പിന്നെ അസസ്മെന്റ് എങ്ങനെയാണ് അസസ്മെന്റ് നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക് പറഞ്ഞു. ഇവിടെ അസസ്മെന്റ് എങ്ങനെ നടത്തും? ഡയഗ്നോസിസ് ആണ് ഇവിടെ പഠിച്ചത്, ഇവിടെ അസസ്മെന്റ് ആണ്. അവിടെ നമ്മൾ തെറാപ്പിയാണ് പഠിച്ചത്, ഇവിടെ ഇന്റർവെൻഷൻ ആണ്. ഇവിടെ കൗൺസിലിംഗിന്റെ കാര്യങ്ങളും എങ്ങനെ ആൾക്കാർ അസസ് ചെയ്യാന്നുള്ളതും അങ്ങനെ നമ്മളെ എങ്ങനെ ഇന്റർഫിയർ ചെയ്യാന്നുള്ളതാണ് ഈ 3 പേപ്പറിലൂടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റൊരു നമ്മൾ MPC 14 ആണ് പഠിച്ചത്, ഇവിടെ 24 പ്രാക്ടിക്കൽ. ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽസ് ആയിരിക്കും. അത് പിന്നെ ഇന്റേൺഷിപ്പ് അവിടെ 15 ആയിരുന്നു, ഇവിടെ 25 ആണ്. ഏകദേശം ഒന്നായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പിന്നെ MPC 16 ആയിരുന്നു പ്രൊജക്ട്, ഇവിടെ 26 ആണ് പ്രൊജക്ട്. ചിലപ്പോ ഈ കൗൺസിലിംഗ് ആയതുകൊണ്ട് അതിന് ചില പ്രൊജക്ട് ഡിഫറൻസ് ഉണ്ടാകുമായിരിക്കും. ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് അറിയില്ല. അതേസമയം 46 രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ്. 4ാമത്തെ തിയറി പേപ്പർ അത് 3 അതാണ്. ഇതല്ല. അപ്പൊ A പാർട്ട്, B പാർട്ട്. അതുമല്ലെങ്കിൽ 3ാമത്തെ റൂട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന ആ മേഖലയിലേക്ക് തിരിയാം. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഓർഗനൈസേഷൻ കമ്പനികൾ, റിലയൻസ്, ടാറ്റ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന HR ഫീൽഡിലും അല്ലെങ്കിൽ അവിടെ പെർഫോമൻസ് അനലിസ്റ്റുകളും അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ MBAയോട് കൂടെ സൈക്കോളജി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. നല്ല ശമ്പളം കിട്ടാൻ പറ്റുന്ന, പക്ഷെ കുറച്ച് അങ്ങനെ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കും. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, HR ഡെവലപ്മെന്റ് എന്ന് പറയില്ലേ, ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യരുടെ വ്യവഹാരങ്ങൾ, ഡെവലപ്മെന്റ്. പിന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, മനുഷ്യന്മാർ കൂടുമ്പോഴാണ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. മനുഷ്യൻ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ അതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാം, ആ ഡെവലപ്മെന്റ് അതിനുള്ള ഇഷ്യൂസ് ഒക്കെ പഠിക്കുന്ന തിയറിറ്റിക്കലി പഠിക്കുന്ന ഒരു പേപ്പറാണ് 3 തിയറി പേപ്പർ. പിന്നെ അതിനനുസരിച്ച് 14, 24, ഇവിടെ 34 പ്രാക്ടിക്കൽ. ആദ്യത്തേല് 15 ആയിരുന്നു, രണ്ടാമത്തെ 25 ആയിരുന്നു, ഇവിടെ 35 ഇന്റേൺഷിപ്പ്. അഥവാ ഇതിനനുസരിച്ച് കസ്റ്റമൈസർ ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. അവിടെ 16 ഉണ്ടായിരുന്നു, 26 ഉണ്ടായിരുന്നു, ഇവിടെ 36 പ്രൊജക്ട്. അപ്പൊ ഇതിനനുസരിച്ചുള്ള പ്രൊജക്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പനികളിൽ ഇറങ്ങി ചെല്ലേണ്ടി വരും. കമ്പനിയുടെ ഫോർമേഷനും അവിടെ പ്രശ്നങ്ങളും അതിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ, എംപ്ലോയി പ്രശ്നങ്ങൾ എന്താണ്, കമ്പനിയുടെ ക്രിറ്റിക്കൽ ഇഷ്യൂസ് എങ്ങനെ അങ്ങനെ ഫീൽഡിൽ ഇറങ്ങലായിരിക്കും. ഒന്നെങ്കിൽ ആ തിയറി പേപ്പർ എടുക്കാം നിങ്ങൾക്ക് 6ാമത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂറിന്റെ തിയറി, ആദ്യത്തെ 3 തിയറി പോലെ പഠിക്കാൻ പറ്റുന്ന ഇങ്ങനെ 3 ഓപ്ഷൻ ആണ് സെക്കൻഡ് ഇയറിൽ വന്നത്. ഒന്നെങ്കിൽ ക്ലിനിക്കൽ, അല്ലെങ്കിൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി. ഈ 3 ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് MAPCയിൽ തേർഡ് ഇയർ സെക്കൻഡ് ഇയറിൽ ഉള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആണോ?
അങ്ങനെ വരുമ്പോൾ നോക്ക് നിങ്ങൾ ക്ലിനിക്കലി കൗൺസിലിംഗ് ഓർഗനൈസേഷൻ ക്ലിനിക്കൽ എടുക്കുമ്പോൾ അതിന്റെ ഫോക്കസ് എവിടെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്? നമ്മൾ ഫോക്കസ് ചെയ്യില്ല. അതേമാതിരി ഇവിടെ ക്ലിനിക്കിൽ വരുമ്പോൾ സീവിയർ മെന്റൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ പഠിക്കുക, മാനസിക രോഗങ്ങളായിരിക്കും പഠിക്കുക. അതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം നമ്മൾ പഠിക്കും. അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എന്ത് തെറാപ്പി വേണം, CBT വേണോ, SFBT വേണോ, REBT വേണോ, ഫാമിലി തെറാപ്പി ആണോ, കപ്പിൾ തെറാപ്പി ആണോ, ഇൻഡിവിജ്വൽ തെറാപ്പി. അപ്പൊ രോഗങ്ങളുടെ തീവ്രതയും രോഗങ്ങളുടെ ഫീച്ചേഴ്സും മറ്റൊക്കെ മനസ്സിലാക്കി അത് അളന്ന് തിട്ടപ്പെടുത്തി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെറാപ്പിയിലേക്ക്. ഇതാണ് ഇതിന്റെ ഫോക്കസ്. അതിന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? സൈക്കോപാത്തോളജി പഠിച്ചിരിക്കണം. മാനസിക രോഗങ്ങൾ, ഏതെല്ലാം തരത്തിൽ രോഗങ്ങളുണ്ട്. നമ്മൾ പറയും ആളെ OCD ആണ്, അല്ലെങ്കിൽ OCPD ആണ്, അല്ലെങ്കിൽ സ്കിസോയിഡ് ആണ്, അല്ലെങ്കിൽ സ്കിസോ ടൈപ്പറാണ്, അല്ലെങ്കിൽ സ്കിസോഫ്രീനിക് ആണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ പഠിക്കും. അതൊക്കെ മനസ്സിലാക്കണം. അതിന്റെ തിയറി പഠിക്കണം. എന്നിട്ട് ഡയഗ്നോസിന്റെ അസസ്മെന്റ് ടൂളുകൾ പഠിക്കണം. അതിന്റെ തെറാപ്പി ടെക്നിക്കുകൾ പഠിക്കണം. ഇതിന്റെ ക്ലിനിക്കൽ പ്രാക്ടിക്കും വേണം. അപ്പൊ അത്രയും നിലത്തുള്ള സ്ഥലത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈവർമാരെ കൂടെ നമ്മൾ ക്ലിയായിട്ട് പോയാൽ ഡ്രൈവിംഗ് പഠിക്കാം. അതേമാതിരി പഠിക്കാം. ഇത്തരം ആൾക്കാർ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തവർക്ക് എവിടെ ജോലി സാധ്യത? ഹോസ്പിറ്റലുകളിലോ, ക്ലിനിക്കലോ, സൈക്യാട്രിക് വാർഡുകളിലോ, റീഹാബിലിറ്റേഷൻ സെന്ററുകളിലോ, മെന്റൽ ഹെൽത്ത് സെന്ററുകളിലോ, NGOകളിലോ, ടെലി മെന്റൽ ഹെൽത്ത് സെന്ററുകളിലോ ഒക്കെ വർക്ക് ചെയ്യാം. അതാണ് അതിന്റെ രീതി. പിന്നെ അതും പോരാ, ഇതിന്റെ അപ്പുറം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിലെ MPhilഉം PhD ഒക്കെ പോയിട്ട് അങ്ങനെ PhD ലെവലിലേക്ക് ഭയങ്കര ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഭയങ്കര പാഷനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ PhD ലെവലിലേക്കൊക്കെ പോകാന്നുള്ളതാണ്. MPhil PhD ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ നടത്തി SID എന്ന് പറയും. നമ്മൾ PhD പറഞ്ഞാൽ സൈഡി, ഡോക്ടേഴ്സ് ഇൻ സൈക്കോളജി എന്ന സൈഡി ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലിനിക്കലിന്റെ ടീം കേട്ടോ. കൗൺസിലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര സങ്കീർണമല്ല, അത്ര ഗുരുതരമല്ല, അത്ര ആഴത്തിലേക്ക് പോകണ്ട. എന്നാൽ കുറച്ചുകൂടി വിശാലമായി പഠിക്കാനും വിശാലമായി റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ, അതാണ് കോപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, ഗൈഡൻസ്. ഇപ്പോ പരീക്ഷ ആകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ കുട്ടികൾ, പരീക്ഷ എഴുതാൻ പേടി, അല്ലെങ്കിൽ കുടുംബം ഒരു കല്യാണം കഴിച്ച് ആദ്യ കുറച്ച് കാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് പ്രശ്നങ്ങൾ. പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് തന്നെ ചിലപ്പോൾ ഉണ്ടാവും, ഒരു മൂടും മന്ദപ്പും എന്താ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഒരു തെറാപ്പി, ഒരു ചെറിയ കൗൺസിലിംഗ്, ഇന്റർവെൻഷനും, സംസാരിക്കുക, ടോക്കിങ്, അങ്ങനെ കാര്യങ്ങൾ അതിലേക്ക് സാറ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവര് കാര്യമായിട്ടുള്ള കൗൺസിലിംഗ് തിയറികളായിരിക്കും. മറ്റോട്ട് ക്ലിനിക്കൽ തിയറിയാണ് ഇത് പഠിക്കുക. പിന്നെ അത് അസസ്മെന്റും ഗൈഡൻസും ഒക്കെ പഠിക്കുക. അതിന്റെ ഇന്റർവെൻഷനിലേക്ക് ഉണ്ടാകുക. ഇവര് പൊതുവെ ഉണ്ടാകുക സ്കൂളുകളില്, കോളേജുകളിലേക്ക്, പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി സെന്ററുകളില്, പിന്നെ പ്രൈവറ്റ് NGOകളൊക്കെ ഉണ്ടാകും. മറ്റോടത്ത് മാനസിക രോഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ മാനസിക രോഗങ്ങളോ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. മറിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടാവും, അത് ഇതിലും കൈകാര്യം ചെയ്യാം. അതിങ്ങനെ പരിഹരിക്കാതെ പോയി പറ്റി കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. അപ്പൊ പിന്നെ പാരനോയിഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും. അവിടെ നമ്മൾ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരും. അപ്പൊ കുറച്ചുകൂടി ആഴത്തിലാണത്. ഇതങ്ങനെയല്ല. പിന്നെ കൗൺസിലിംഗ് റിസർച്ചില് മറ്റുള്ള കമ്മ്യൂണിറ്റി സെന്റർ ഒരു PhD ആ ലെവലിൽ പോകാം. ഇനി അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് പ്രധാനമായിട്ടും വർക്ക് ബിഹേവിയർ, തൊഴിലാളികളുടെ നേച്ചറും, തൊഴിലാളികളുടെ ഇടയിൽ സമരങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴാണ്, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്, കമ്പനി മെച്ചപ്പെടൽ എപ്പോഴാണ്, കമ്പനിയിലെ പ്രശ്നം, അങ്ങനെ ആ രീതി HR, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്. നാലാൾക്കാരുടെ ഒരു പ്രോഗ്രാം അത് തന്നെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, 4 പേരും ഒരേ കാര്യം ചെയ്ത് എങ്ങനെ ഉണ്ടാവും, 4 പേർക്കും 4 ഡ്യൂട്ടികൾ കൊടുത്ത് ഓരോരുത്തർ അങ്ങനെ പോകുന്ന ഒരു കമ്പനി ഓർഗനൈസേഷനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളാണ് അതിലുണ്ടാകുക. അപ്പോൾ ഫോക്കസ് ഇതാണെന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ ക്ലിനിക്കലാണ് എങ്കിൽ നിങ്ങൾക്ക് ഹെവി തിയറിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടാവും. കൗൺസിലിംഗ് ആണെങ്കിൽ ക്ലിനിക്കൽ ആകുമ്പോൾ നിങ്ങൾ ഡീപ്പ് ഗ്രൗണ്ട് മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. കുറച്ചുകൂടി ആഴത്തിലായിട്ട് ICD, DSM ഒക്കെ പഠിക്കേണ്ടി വരും. ICD എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, അതായത് മാനസിക രോഗങ്ങളെ ലോകതലത്തിൽ എങ്ങനെയാണ് WHO ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതാണ് ICD. ഓക്കെ, പാരനോയിഡ് എന്ന് പറഞ്ഞാൽ WHO ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ആ ഡെഫിനിഷൻ മനസ്സിലാക്കിയ പാരനോയിഡ് ആണെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സ്കിസോയിഡ് ആണെങ്കിൽ ഇങ്ങനെ ഫീച്ചേഴ്സ് ആയിരിക്കണം, അല്ല സ്കിസോഫ്രീനിയ ആണെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ്, ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സും അത് ഉണ്ടാകാനുള്ള കാരണവും അതിന്റെ അത് എത്രമാത്രം ആൾക്കാരുണ്ട്, അതിന്റെ ഫ്യൂച്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പഠിക്കാണ്ടാകും ക്ലിനിക്കിലേക്ക് പോയാൽ. കൗൺസിലിംഗ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എന്തായിരിക്കും, ഹെൽപ്പിംഗ് പ്രോസസ്സും ഗൈഡൻസും, ഇപ്പോൾ കരിയർ ഗൈഡൻസ് ആകാം, എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആകാം, ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറച്ച് അത്ര സങ്കീർണമല്ലാത്തതും എന്നാൽ കൂടുതൽ മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്.
ഓർഗനൈസേഷൻ എന്ന കമ്പനികളിൽ HR ഫീൽഡിൽ HRൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കോർപ്പറേറ്റ് എക്സ്പോഷർ കിട്ടണമെന്നാണ്, കാശ് കുറച്ചുകൂടി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലതാണത്. ഇത് കുറച്ചുകൂടിയൊക്കെ നല്ല കോർപ്പറേറ്റ് മേഖലകളൊക്കെ ആവശ്യമുണ്ട്. കാരണം ഏത് കമ്പനിയിലും HR ഉണ്ടായിരിക്കും. ഇൻഡസ്ട്രി മേഖലയിലൊക്കെ എന്നും പ്രശ്നങ്ങളായിരിക്കും, ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരിക്കും, വർക്ക്മെൻസിന് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ തിളങ്ങാൻ പറ്റുന്നതാണ് ഇത്. പക്ഷേ MBAയോട് കൂടെ ആകുമ്പോഴാണ് ഒന്നുകൂടി മെച്ചപ്പെടുക. നേരത്തെ പറഞ്ഞ ആസാനത്തിനെ നിങ്ങൾ ക്ലിനിക്കൽ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലുകളിലോ മെന്റൽ ഹെൽത്ത് സെന്ററുകളിലോ ക്ലിനിക്കലോ ഡയഗ്നോസിക്കോ റിഹാബിലിറ്റേഷൻ സെന്ററിലോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ക്ലിനിക്കൽ പഠിക്കുക. അപ്പോൾ ഹോസ്പിറ്റൽ നടത്തുന്നവർ, ഈ ഡെന്റൽ ഹോസ്പിറ്റൽ അവരിൽ വരുന്ന പേഷ്യൻസിനെ പ്രാഥമികമായ വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന, അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന താല്പര്യമുള്ളെങ്കിൽ ഇതിലേക്ക് പോകാം, രണ്ടാമത്തേലേക്ക് പോകാം. അതേസമയം കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിലേക്ക് ഡീപ്പായിട്ട് പോയി പഠിക്കുകയും അങ്ങനെ സാധാ കേസിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് കുറച്ചുകൂടി അങ്ങനെ ഇഷ്യൂസിലേക്ക് പോയിട്ട് കുറച്ചുകൂടി ഇൻഡെപ്തായി പഠിക്കാൻ അവർ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. കാരണം കുറെ തിയറികൾ പണ്ട് അറിയുന്നതായിരിക്കും. ഈ മാനസിക പ്രശ്നങ്ങളിലേക്ക് പിന്നിലുണ്ടാകുന്ന ബയോളജിക്കൽ റീസൺസ്, ഫിസിയോളജിക്കൽ റീസൺസ് ഒക്കെ ഇവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഹോർമോൺ ഡിഫറൻസുകൾ, ഇന്ന ഹോർമോൺ ഇങ്ങനെ ബാധിക്കുന്നു, ഇന്ന ഹോർമോണിലെ വേരിയേഷൻ, അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും. അവർക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയി പഠിക്കണമെങ്കിൽ ക്ലിനിക്കിൽ പോകാം. അതല്ല എങ്കിൽ കൗൺസിലിംഗിലേക്ക് പോയാൽ മതി. കമ്പനികളിലേക്കൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ പഠിക്കാം. ഇതാണ് അതിന്റെ മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് അല്ല, 4 ക്രെഡിറ്റ് ഇങ്ങനെ പോയിട്ട് നിങ്ങൾ ഒരു പ്രാക്ടിക്കം ചെയ്യും. ഈ വർഷം MPC 7 അതിന് 8 ക്രെഡിറ്റ്. അപ്പോൾ തിയറി പേപ്പറിനേക്കാൾ വാല്യൂ ഉണ്ട് പ്രാക്ടിക്കൽ. അത് ചെയ്യാൻ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം പ്രാക്ടിക്കൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള റഫ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അവരുടെ ഇൻപുട്ടുകളൊക്കെ ഇട്ടിട്ട് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കഴിയുമ്പോഴായിട്ട് ക്രെഡിറ്റ് കിട്ടുക. ടൈമിൽ ചെയ്യാൻ നല്ലോണം ശ്രദ്ധിക്കണം. ടൈം തെറ്റിയാൽ പിന്നെ അടുത്ത റൗണ്ട് കാത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ഡിഗ്രിയുടെ PGയുടെ കാലം നീണ്ടുപോകും. അതേ ഇതിൽ പറയാനുള്ളൂ. ഇനി സെക്കൻഡ് ഇയറിൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെ ഗ്രൂപ്പ് എയിൽ 4 ക്രെഡിറ്റുകളാണ് എല്ലാം ഉള്ളത്. പ്രാക്ടിക്കൽ 6 ക്രെഡിറ്റ് ആണുള്ളത്. ഇന്റേൺഷിപ്പിന് 8 ക്രെഡിറ്റ് ഉണ്ട്. പ്രൊജക്ട് ഒന്നെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ പോസ്റ്റ് സൈക്കോളജി 6 ക്രെഡിറ്റ്, അഥവാ അതിന് വാല്യൂ കൂടുതലാണ്. പേപ്പർ കൗൺസിലിംഗ് ആണെങ്കിൽ 32 ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ 32 ക്രെഡിറ്റ്. അത് പേപ്പറൊക്കെ നേരത്തെ പറഞ്ഞു. ഇനി ഫസ്റ്റ് ഇയറിലെ MPC 1, 2, 3, 4, 5, 6 ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രാക്ടിക്കൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ള 8 കാര്യങ്ങളാണ് നിങ്ങളുടെ മൊഡ്യൂളുള്ളത്. അതിൽ 5 എണ്ണമാണ് നിങ്ങൾ പ്രാക്ടിക്കലിന് പഠിക്കാനുള്ളത്. അതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്കഷൻ വിധേയമാക്കാം. ഓക്കെ, നിങ്ങൾ അവിടുന്ന് JDT പഠിക്കും. പഠിച്ചിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ, മെമ്മറിയുടെ എക്സ്പെരിമെന്റുകൾ പഠിക്കും. ഇന്റലിജൻസ് എങ്ങനെയൊക്കെ, ബാറ്ററി എങ്ങനെ കൈകാര്യം ചെയ്ത് പഠിക്കും. പേഴ്സണാലിറ്റിയുടെ 16 PF 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇങ്ങനെ തുടങ്ങുന്ന സോഷ്യോമെട്രി പഠിക്കും. ഫാമിലി പാത്തോളജി പഠിക്കും. ചില കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവർ പഠിപ്പിച്ചു തരും. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പഠിച്ചതിന്റെ റിപ്പോർട്ട് കൊടുക്കലാണ് പ്രാക്ടിക്കലിലുള്ളത്. നല്ല ക്രെഡിറ്റുകളാണ്. ഇനി നമ്മൾ ഈ വർഷം നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓപ്ഷൻ 1 പോകുകയാണെങ്കിൽ എല്ലാ പേപ്പറുകൾ 11 സൈക്കോപാത്തോളജി. അതില് ആദ്യത്തെ ബ്ലോക്കില് ഫൗണ്ടേഷൻസ് ആണ് പഠിക്കുന്നത്. സൈക്കോപാത്തോളജിയുടെ ഫൗണ്ടേഷൻ, അതായത് ഈ മാനസിക രോഗങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള അടിത്തറയാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ സയൻസ് ഈ ഒരു ഇത് എന്നാണ് ഡെവലപ്പ് ചെയ്ത്, എങ്ങനെ ഡെവലപ്പ് ചെയ്ത്, ആരാണ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് കാര്യങ്ങൾ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കും. പിന്നെ മാനസിക രോഗങ്ങളെ തരംതിരിക്കുന്ന രീതി ഇങ്ങനെ വന്ന് ICD വന്നു. സമാനമായിട്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻസ് DSM എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കി. ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മൊഡ്യൂൾ മെത്തേഡ് അങ്ങനെ തോന്നുന്നു. അതിന്റെ 5 ഇപ്പൊ നിലവിലുണ്ട്. 4 റിവിഷൻ അതാണ് നിങ്ങളെ മെറ്റീരിയലുകൾ. അതാണ് 4 നിൽക്കുന്നത്. DSM 4 DSM 1, 2, 3, 4 ആണ് പഠിക്കാനുള്ളത് മെറ്റീരിയൽ. ഇപ്പൊ 5 ആണ് പ്രായോഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ICD യെ കുറിച്ചും DSM-നെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റും ഗ്രോത്തും അതിലെ ചേഞ്ചസും ഏത് ഏരിയയിൽ ഏത് ഫോക്കസ് ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്, പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ഡെവലപ്മെന്റ് പാത്തോളജീസ്. ഈ രോഗങ്ങൾ കുഞ്ഞ് ജനിച്ചു വരുമ്പോണ്ടാകുന്ന ഓരോ ഘട്ടങ്ങൾ, ചെറിയ കുട്ടിയിലുമ്പോൾ എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്നു, അതുണ്ടാവുന്നു. എന്താ പറയാ, കുറെ സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ കുറിച്ച്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതൊരു സ്പെക്ട്രമാണ്. അതിന്റെ കീഴിൽ പലതും വരുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, എന്താ പറയാ, ADHD, ADD, CD, OD എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ചർച്ച ചെയ്യും.
പിന്നെ ചെറുപ്പത്തിലുണ്ടാകുന്ന മാനസിക രോഗങ്ങളെ കുറിച്ച്, ആസ്പെർജൻ സിൻഡ്രോം, പിന്നെ റെഡ് ചോസർ എന്നൊക്കെ പറഞ്ഞ സാധനം, കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസം ഒരു കുഴപ്പമില്ല, പിന്നെ പെട്ടെന്നൊരു മാറ്റങ്ങൾ തോന്നും, ഇങ്ങനെ പിന്നെ നിങ്ങളായി എന്ന് പറയാറില്ലേ, അതിന്റെ കാരണം എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ള അങ്ങനെ ചെറിയ ഒബ്സർവ് ചെയ്യപ്പെട്ട റിസർച്ച് നടത്തപ്പെട്ട കുറെ രോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകും. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടു, അത് എന്തായിരുന്നു ഒക്കെ പഠിച്ചെടുക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ഇതൊന്നും കൗൺസിലിംഗ് ഉണ്ടാവില്ല, ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ടാവും. ക്ലാസ് നല്ല രസമാണ്, നല്ല പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഈ ഫീൽഡിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. രണ്ടാമത്തേത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഡെവലപ്മെന്റ് ഡിസീസ് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ മൈൻഡ്, അതായത് നമ്മൾ പറയും പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക്, ഫോബിയ, പലതരത്തിലുള്ള ഫോബിയകൾ ഉണ്ടായിരിക്കും. ആ ഫോബിയകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുക. JD ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. എവിടെ പോയാലും ആൾക്കാരുടെ അടിയിൽ പോകാൻ വേണ്ടി അവിടെ പോകാൻ വേണ്ടി ഇവിടെ പോയി. പിന്നെ OCD എന്ന് പറയാറില്ല, ഒബ്സസീവ് കമ്പൾസീവ്. എന്താണ് സാധനം, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ എറ്റിയോളജി, അതിന്റെ തുടങ്ങുന്ന കാര്യങ്ങൾ. പിന്നെ PTSD. ഇതൊക്കെ കംപ്ലീറ്റ് ഫോബിയ ഒരു ആ ഒരു സ്പെക്ട്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ഒരു 4 മൊഡ്യൂളിലൂടെ അഥവാ ഒരു ബ്ലോക്കിലൂടെ കംപ്ലീറ്റ് പഠിക്കുന്നത് ആങ്സൈറ്റി, ഫോബിയ, ആങ്സൈറ്റി റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. രണ്ടാമത്തിലേക്ക് വരുമ്പോൾ ആങ്സൈറ്റി മൂഡ് ഡിസോർഡേഴ്സ് ആയി. മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് മൂഡ് ഡിസോർഡേഴ്സ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, പിന്നെ ബൈപോളാർ ഡിസോർഡേഴ്സ് ആണുള്ളത്. ചില ആൾക്കാർ 2 ആഴ്ച ഭയങ്കര സജീവികൾ എല്ലാത്തിലും ഉണ്ടാവും, പിന്നെ ചത്തു കിടക്കും. അതെന്നെ ഇങ്ങനെയായ അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഡീറ്റെയിൽ ആയ ഫീച്ചേഴ്സും മറ്റൊക്കെ പഠിക്കാനുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ അതർ ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡർ ഡ്യൂ ടു പിന്നെ മെഡിസിൻ കഴിച്ചത് കൊണ്ട്, മെഡിസിൻ അല്ലാത്ത മറ്റു കാരണം കൊണ്ടാകുന്ന മൂഡ് ഡിസോർഡേഴ്സ്, മറ്റു എന്താ പറയാ ട്രീറ്റ്മെന്റ് കാരണം ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ മറ്റു ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇതെങ്ങനെ കണ്ടെത്താം, ഇതെങ്ങനെയാണ്, ഏതെല്ലാം തരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ട്, അത് എവിടെയാണ് സ്വാധീനിക്കുന്നത്, നമ്മുടെ ഏത് ഹോർമോണെ ബാധിക്കുന്നത്, ഏത് ഹോർമോൺ എങ്ങനെയൊക്കെ തുടങ്ങുന്ന ഡീറ്റെയിൽ പഠിക്കും. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് മൂഡ് ഡിസോർഡർ, ആ മൂഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഒരു പഠിക്കണം. അപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ പഠിച്ചു, മൂഡ് ഡിസോർഡേഴ്സ് പഠിച്ചു. ഇനി കഴിഞ്ഞാൽ കുറച്ചുകൂടി സങ്കീർണമായ ന്യൂറോട്ടിക് കഴിഞ്ഞിട്ട് ഈ സൈക്കോട്ടിക്കിലേക്ക് കിടക്കണം, കുറച്ച് സങ്കീർണമായ മേഖലയിലേക്ക് പോകുന്നു. സ്കിസോഫ്രീനിയ ആൻഡ് സൈക്കോട്ടിക് ഡിസോർഡർ. നമ്മൾ സാധാരണ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതും കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കുകയും ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കുകയും അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ സൈക്യാട്രിസ്റ്റിലേക്ക്, മെഡിസിനിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്കിസോഫ്രീനിയ. അതിലെന്താണ്, എന്താണ് സ്കിസോഫ്രീനിയ, അതിന്റെ ഡെഫിനിഷനും ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ എറ്റിയോളജി പഠിക്കാണ്ട് പിന്നെ അതിന്റെ ന്യൂറോ ഫങ്ഷൻ ഉണ്ടായിരിക്കും, ഇന്റർപേഴ്സണൽ ആസ്പെക്ടുകൾ, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. സ്കിസോഫ്രീനിയ, സ്കിസോയിഡ്, സ്കിസോടൈപ്പ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഭയങ്കര പ്രശ്നമാണ് പാരനോയിഡ്. പാരനോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഭയങ്കര സംശയ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അയാൾ അങ്ങനെ പറയാൻ കാരണം എന്താ, അയാൾ ഇങ്ങനെ എപ്പോഴും ഒരു സംശയം, ഒരു തെറ്റായ ധാരണയുടെ ഇറക്കുന്ന ഭയങ്കര പ്രശ്നക്കാരാണ്. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളായിട്ട്, ബിസിനസ്സുകാർ, ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അയൽവാസികൾ, ഇത് എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇവിടെ പാരനോയിഡ് ആകുന്നത്, ആ പാരനോയിഡ് ഡേഞ്ചർ ആകുന്നത് എപ്പോഴാണ്, അത് ഏത് ലെവലിലേക്ക് എത്തും, എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിക്കലാണ്. അത് ഡെലൂഷൻ ഇതുണ്ടാവും, ഡെലൂഷൻ ഡിസോർഡർ ഉണ്ടായിരിക്കും, ഹാലൂസിനേഷൻ ഡിസോർഡർ ഉണ്ടായിരിക്കും, ഡെലൂഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ കോൺസെപ്റ്റുകളിൽ പഠിക്കാം. പിന്നെ സൈക്കോപാത്തിക് ഡിസോർഡേഴ്സ്, ജനറലൈസ്ഡ് മെഡിക്കൽ ഇൻഡിവിജ്വൽ, സബ്സ്റ്റൻസ് ഇസോയിഡും പിന്നെ സ്കിസോടൈപ്പിലും അതുപോലെ പാരനോയിഡിലും തുടങ്ങുന്ന ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നു. പിന്നെ പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. മാനസിക രോഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആൾക്ക് സുഖമല്ല. അതല്ലെങ്കിൽ ബോർഡർ ലൈൻ എപ്പോഴാണ് അതാകുന്നത്, എങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് അതെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിൽ ഏറ്റവും നല്ല തെറാപ്പി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു നമുക്കുള്ള കാര്യങ്ങൾ പഠിക്കും. മറ്റൊന്ന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഭയങ്കര പ്രശ്നമാണ് അല്ലേ. ഞാൻ ഭയങ്കര ഉഷാറാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ്, മറ്റുള്ളവരൊക്കെ തെറ്റാണ്, മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും അതിലൂടെ സുഖം ഒരു ആനന്ദം കണ്ടെത്തുകയും പലപ്പോഴും അങ്ങനത്തെ നാർസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാർ. അത് എങ്ങനെ ഉണ്ടാവുന്നു, അത് എപ്പോഴാകുന്നത്, അതിന്റെ ഐറ്റിയോളജി എന്താണ്, അതിന്റെ എപ്പോഴാണ്, അങ്ങനെ ഡീറ്റെയിൽ ഫീച്ചേഴ്സും അതിന്റെ തെറാപ്പിയും പഠിക്കലാണ്. പിന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഒരാളോ, ചെറിയ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവും ചെറിയ കാര്യങ്ങൾ, എന്തിനും എവിടെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ, ഒരു ഹോംവർക്ക് ചെയ്യാൻ, അസൈൻമെന്റ് ചെയ്താൻ, പഠിക്കാൻ, എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനത്തെ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ കണ്ടത്. പിന്നെ പറഞ്ഞ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി. ഹിസ്ട്രിയോണിക് പറഞ്ഞാൽ ഇങ്ങനെ വലിയ പൊങ്കച്ചം നടിച്ചു കിടക്കുന്നുണ്ടാവും, മറ്റുള്ളവർ കുറ്റം പറയണോ, വലിയ തള്ളലിന്റെ ആൾക്കാർ. ഈ തള്ളൽ എപ്പോഴാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് ആരോട് ഇടപഴകുന്നില്ല, ഇങ്ങനെ അങ്ങനെ മിണ്ടില്ല,
ഒറ്റപ്പെട്ട ഒരു വേറെ ലോകൈക്കാരം, വേറെ കാഴ്ചപ്പാടേക്കാരം, വേറെ ചിന്തകളേക്കാരം, അങ്ങനെ അതന്നെ ഹാലൂസിനേഷനും ഇതൊക്കെ വരുമ്പോൾ സ്കിസോ ടൈപ്പിലാവും. ഇങ്ങനെ മാനസിക രോഗങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായ ആഴത്തിലേക്ക് ഫീച്ചേഴ്സും അതൊക്കെ വെച്ച് DSM ICD ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പഠിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഏത് തരത്തിലുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നു, ഇയാളുടെ പ്രശ്നത്തിന്റെ ആഴം എത്രയുണ്ട്, ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, ഇതിനെ എങ്ങനെ തെറാപ്പി ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയി ഇൻഡെപ്തായി പഠിക്കുന്ന ഒരു ഏരിയയാണ്. കുറച്ച് മനക്കെടാനുണ്ട്. മനക്കെട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. 5 ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അഥവാ 20 യൂണിറ്റ് ഉണ്ട്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ MPC ക്ലിനിക്കൽ സൈക്കോളജി ഫസ്റ്റ്. രണ്ടാമത്തെ രോഗങ്ങളൊക്കെ എന്താണെന്നതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തിത്വം അളക്കണം, ഇന്റലിജൻസ് അളക്കണം, പേഴ്സണാലിറ്റി അളക്കണം, ഇതൊക്കെ അതിന്റെ ടൂളുകളുണ്ട്. ഈ ടൂളുകളെ കുറിച്ച് പഠിക്കണം. സൈക്കോ ഡയഗ്നോസ്റ്റിക് എങ്ങനെയാണ് ഇതൊക്കെ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് വന്നു, ബിഹേവിയർ അസസ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസസ്മെന്റ് ടൂളുകൾ കഴിഞ്ഞ MPC3 പഠിച്ചു. അവസാനത്തെ ബ്ലോക്കിൽ ബിഹേവിയറൽ അസസ്മെന്റ് ഉണ്ട്, അതിന് മെത്തേഡ്. പിന്നെ അസസ്മെന്റ് ക്ലിനിക്കൽ സൈക്കോളജി എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്, അസസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എത്തിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യം. ഇതിന് സമാനമായ ഒരു പേപ്പർ കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ സൈക്കോളജി, ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് സൈക്കോ ഡയഗ്നോസിസ്, ഡയഗ്നോസ്റ്റിക് ഡെവലപ്മെന്റുകൾ ഏതെല്ലാം ആദ്യം ഏത് ടൂൾ വന്നു, പിന്നെ ഏത് ടൂൾ വന്നു, പിന്നെ എങ്ങനെ ബാറ്ററി ഉണ്ടാക്കിയത് എന്നുള്ള അതിന്റെ ഡേറ്റയിലേക്ക് പോയി. പിന്നെ നമ്മുടെ മെന്റൽ പ്രോസസ്സുകൾ അളക്കാനുള്ള മെത്തേഡുകൾ, ഇന്റലിജൻസ് അളക്കേണ്ടത്, നമ്മുടെ കോൺസെപ്ച്വൽ തിങ്കിങ്, ഭാവനകള്, ചിന്തകള്, ഇതിനൊക്കെ അളക്കാനും അതിന്റെ ടൂളുകളും അതിന്റെ ഓരോരോ ഇതൊക്കെ പഠിക്കുന്ന തിങ്കിങ്, ക്രിറ്റിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെ തുടങ്ങുന്നതാണ്. ലൂസിഡ് മെമ്മറി എന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റ് കാര്യങ്ങളാണ് ഇതിലുള്ളത്. മെമ്മറി എങ്ങനെ അളക്കാം, ക്രിയേറ്റിവിറ്റി എങ്ങനെ അളക്കാം, അതിന്റെ യൂട്ടിലിറ്റി, ഇങ്ങനെ രണ്ട് സാധനം എത്രമാത്രം ഉപയോഗപ്രദമാണ്, ഇങ്ങനെ ഡീറ്റെയിൽ പഠിക്കുന്നത്. ആ അളത്തത്തിന് ഉപയോഗിക്കുന്ന പേഴ്സണാലിറ്റി എന്ന MPC3 പഠിച്ച കുറെ കാര്യങ്ങൾ ഇതിലേക്ക് പഠിക്കാണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രൊജക്റ്റീവ് ടെക്നിക്ക് കാരണം എന്താണ്, അതിനെ റോഷാക്ക് ബ്ലോക്ക് ടെസ്റ്റ് എന്താണ്, തിമാറ്റിക് പെർസെപ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ അതിൽ പഠിച്ചത് തന്നെയാണ്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന MPC ലെവലിൽ പഠിച്ച കുറെ കാര്യങ്ങളാണ് ഇതിലുണ്ടാകുക. അപ്പോ മറ്റു പേപ്പറുകളിൽ പഠിച്ച കുറെ കാര്യങ്ങൾ എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അസസ് ചെയ്യാം, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എന്നിട്ട് ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു കോൺസെപ്റ്റ് രൂപീകരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോ രോഗങ്ങളുടെ ഫീച്ചേഴ്സ് പഠിച്ചു, അത് അളന്ന് തിട്ടപ്പെടുത്തിന്റെ ലെവല് മനസ്സിലാക്കി, ഇനി ട്രീറ്റ്മെന്റിലേക്ക് പോകുക. ട്രീറ്റ്മെന്റ് ഏതല്ല, തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ രീതികൾ, മേജർ മോഡലുകൾ ഏതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പണ്ട് പഠിച്ച സൈക്കോ അനലിറ്റിക്കൽ അല്ലെങ്കിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്, അതിന്റെ സ്റ്റെപ്പുകൾ, ഫ്രൂയിഡിന്റേത്, പിന്നെ കാരൻ ഹോണിയുടേത്, ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സളിവാന്റെ തിയറികളൊക്കെ അതിൽ വരുന്ന ഇൻസൈറ്റ് സൈക്കോ തെറാപ്പി, അതും അതിൽ വരുന്ന ഇന്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി, ഷോർട്ട് ടൈം സൈക്കോ തെറാപ്പി, ചൈൽഡ് സൈക്കോ തെറാപ്പി, അഡൽട്ട് സൈക്കോ തെറാപ്പി, അതിന്റെ മെത്തേഡുകളൊക്കെ ഇങ്ങനെ തെറാപ്പി ഡീറ്റെയിൽ പഠിക്കലാണ് ഇതിലുള്ളത്. ആ തെറാപ്പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മോഡേൺ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആൾക്കാർ പഠിക്കുന്നതും ഡിമാൻഡ് ഉള്ളതുമായ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. തിയററ്റിക്കൽ ആസ്പെക്ട് നല്ലോണം ഇതിൽ പഠിക്കാൻ പറ്റും. അതിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡെവലപ്മെന്റ്, റാഷണൽ REBT എന്താണ്, പിന്നെ സൊല്യൂഷൻ ഫോക്കസ് SFBT എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രേറ്റീവ് മൾട്ടി മോഡൽ തെറാപ്പി, പല തെറാപ്പികൾ, ഇന്റഗ്രേറ്റീവ് എങ്ങനെയാണ്, എക്ലക്റ്റിക് തെറാപ്പി, നമ്മൾ കുറെ സാധനങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ തെറാപ്പി അതിന്റെ സ്റ്റെപ്സ് ഇങ്ങനെ പഠിച്ച് തിയററ്റിക്കലി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലാണ് പറഞ്ഞാൽ മറ്റോടത്ത് പോകേണ്ടത്, ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ മുമ്പ് ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് ഇതിന്റെ മുമ്പ്, പിന്നെ അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണെന്ന്. പിന്നെ റോജേഴ്സ് പഠിച്ചു. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ പേഴ്സണാലിറ്റിയുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റോജേഴ്സിന്റെ തിയറി പഠിച്ചിരുന്നു. അയാളുടെ ചൈൽഡ് സെന്റേഡ് അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേഡ് തെറാപ്പി ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, സൈക്കോഡൈനാമിക് കപ്പിൾ തെറാപ്പി, സൈക്കോഡൈനാമിക് കപ്പിൾസിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും, സൈക്കോതെറാപ്പി ഇന്റഗ്രേഷൻ, പല തെറാപ്പികൾ ഇന്റഗ്രേഷൻ, അവർ ശ്രദ്ധിക്കേണ്ട എത്തിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത്. ഇനി തെറാപ്പി ജീവിതത്തിൽ ഉടനീളം നമ്മൾ ലൈഫ് ടൈം സൈക്കോളജി പഠിച്ചിരുന്നു അല്ലെ, ചെറുപ്പം മുതൽ എങ്ങനെ പോകുന്നു. അപ്പൊ കുട്ടികൾ എങ്ങനെ ചെയ്യേണ്ടത്, അഡോളസൻസിൽ എങ്ങനെ ചെയ്യണം, അഡൽട്ടിൽ എങ്ങനെ തെറാപ്പി ചെയ്യണം, മിഡിൽ ഏജ് ആയി കഴിഞ്ഞാൽ എന്ത് തെറാപ്പി ചെയ്യണം, വയസ്സായി കഴിഞ്ഞാൽ ഓൾഡ് പീപ്പിളില് മാരകമായ രോഗങ്ങൾ പിടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്, ക്യാൻസർ ബാധിച്ചോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ ഒക്കെ ആകെ ജീവിതത്തിൽ മല്ലിടുന്നു, അവരൊക്കെ എങ്ങനെ നമ്മൾ തെറാപ്പി ചെയ്യണമെന്നുള്ള അങ്ങനെ ഡീറ്റെയിൽ ആയി പോകുന്നതാണ് അവസാനത്തെ ബ്ലോക്കുള്ളത്. ചിലപ്പോഴൊക്കെ എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. എന്തായിരുന്നാലും നമ്മൾ രോഗങ്ങളെ കൃത്യമായി പഠിച്ചു,
രണ്ട് രോഗങ്ങളെ അളന്ന് തിട്ടപ്പെടുത്താൻ പഠിച്ചു. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ തെറാപ്പി ചെയ്യണമെന്ന് വ്യത്യസ്തമായ തിയറിറ്റിക്കൽ ആസ്പെക്ട് പഠിച്ചു. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1-ാം നമ്പർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകും. എപ്പോൾ തിയററ്റിക്കലി ആകും. പ്രാക്ടിക്കലി ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയോ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഇതിൽ വരുന്നൊരു പ്രാക്ടിക്കൽ, ഫസ്റ്റ് ഇയറിൽ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. ഇതിൽ പ്രാക്ടിക്കൽ 14 സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റിംഗ്, തിമാറ്റിക് പ്രിസെപ്ഷൻ പഠിച്ചിട്ട് തിയേറ്റർ റോഷാക്ട് ഏകദേശം ഇതൊക്കെ തന്നെ. ഇനി കൗൺസിലിംഗിന്റെ പേപ്പാണ് മറ്റു സാർ പറയുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. 22, 23 പിന്നെ അതിലൊരു പ്രാക്ടിക്കം ഉണ്ടാവും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 46 എന്ന പേപ്പർ. നിങ്ങൾ പ്രൊജക്ട് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സൈക്കോളജി, നല്ല രസകരമായ പേപ്പറാണത്. പഠിക്കാൻ രസമാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉപകരിക്കുന്നതും നമ്മളെ പലപ്പോഴും അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറേ കോൺസെപ്റ്റുകൾ ഇതിലുണ്ട്. തിയറി കുറച്ച് പഠിക്കാനുണ്ടെങ്കിലും നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഡീറ്റെയിൽ ആയി എഴുതാനുണ്ടായി. അറിയുന്ന കാര്യങ്ങളാകുമ്പോൾ ചിലപ്പോൾ എഴുതാൻ കഴിയാതെ വരും. അപ്പോൾ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പോസിറ്റീവ് സൈക്കോളജിയുടെ തുടക്കം, അതിന്റെ ഇൻട്രൊഡക്ഷൻ, ആ മേഖലയിലുള്ള റിസർച്ചുകൾ, പിന്നെ ഈസ്റ്റേൺ വെസ്റ്റേൺ സൈക്കോളജി, ഇന്ത്യൻ സൈക്കോളജി, അമേരിക്കൻ സൈക്കോളജി, മറ്റേ സൈക്കോളജി, ഇപ്പോൾ ചൈനീസ്, അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ. വെർച്യു എന്ന് പറഞ്ഞാൽ എന്താണ്, മൂല്യങ്ങൾ, ഈ മൂല്യങ്ങളുടെ മാനദണ്ഡങ്ങൾ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് അഫക്റ്റീവ്, പോസിറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് എങ്ങനെ അളക്കുക, ഹാപ്പിനെസ് എങ്ങനെ കൂട്ടുക, ഹാപ്പിനെസിന്റെ തിയറീസ്, യൂഡൈമോണിക്, ഹിഡോണിക് എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് തിയറികളും നല്ല രസകരമായി പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ സെൽഫ് കോൺസെപ്റ്റ്, റെസിലിയൻസ്, നല്ല ഇതാണ്. സെൽഫിനെ കുറിച്ച്, സെൽഫ് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ, കാർൽ റോജേഴ്സിന്റെ തിയറി ഒക്കെ അല്ലേ, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്, അതിന്റെ ഇടയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാകുമ്പോൾ ഇങ്ങനെ സെൽഫാകുന്ന ആ സാധനങ്ങളൊക്കെ. പിന്നെ റെസിലിയൻസ് നല്ലൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടും, അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി അതെങ്ങനെ ഉണ്ടാകും, അതെങ്ങനെ വളർത്താൻ പറ്റും, അത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട തിയറികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭയങ്കര നമ്മളെങ്ങനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന, അതേസമയം നമ്മളെ മക്കളൊക്കെ നമ്മൾ കുടുംബത്തിലൊക്കെ ഉപകരിക്കുന്ന, നമ്മൾ മറ്റു മേഖലകളിൽ പഠിക്കുന്ന കുറെ വാല്യൂ ഓറിയന്റഡ് ആണ്. ഹോപ്പ്, ഒപ്റ്റിമിസം, പ്രതീക്ഷ വേണം, ശുഭാപ്തി വിശ്വാസം വേണം. അതെങ്ങനെ കൂട്ടാം, അത് ആർക്കാ ഉണ്ടാകുക, എങ്ങനെ ഉണ്ടായാലും ഇതിന്റെ ഫീച്ചേഴ്സ്. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മടുപ്പില്ലാതെ, ചടപ്പില്ലാതെ ആസ്വദിച്ച് ചെയ്തിട്ട് 3-4 മണിക്കൂർ അത്ര സമയം കഴിഞ്ഞോന്നൊക്കെ പറയില്ലേ, അങ്ങനെ ലയിച്ചു പോകുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് എങ്ങനെ ഉണ്ടാകുന്നത്, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈൻഡ്ഫുൾനെസ് എന്ന സാധനം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എങ്ങനെയാണ്, എന്താണ് സാധനം, എന്റെ തിയറീസ് എന്തൊക്കെ, എന്റെ കോൺസെപ്റ്റ്, രസകരമായ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇങ്ങനെ കുറെ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് സൈക്കോളജി നമ്മുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് സ്കൂളിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും, പാരന്റിങ് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും, പോസിറ്റീവ് സൈക്കോളജി, റിലേഷൻഷിപ്പ്, നമ്മളെ ബന്ധങ്ങളില്, ഫാമിലി, ഏജിങ്, പ്രായം ഇങ്ങനെ കൂടുന്നതിന് നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ പോസിറ്റീവ് സൈക്കോളജിയിലെ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് പ്രായം കൂടുന്തോറും മരിക്കാൻ റെഡിയായി പോകുന്ന അങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. വർക്ക് പ്ലേസിൽ പോസിറ്റീവ് സൈക്കോളജി, ഹെൽത്തിൽ എങ്ങനെ, വെൽബീയിങ്, ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ വന്നിട്ട് നമ്മൾ മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടൊക്കെ വളർന്ന് ഉന്മേഷത്തിലേക്ക് പോകാൻ പറ്റുന്ന കുറെ ടോണിക്കുകളാണ് ഇതിൽ എനിക്ക് പഠിക്കാനുള്ളത്. അതേസമയം നമ്മുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് സ്ട്രെസ്. സ്ട്രെസ് നല്ലതുണ്ട്, ചീത്തതുണ്ട്, യൂട്രസ് ഉണ്ട്, അതെങ്ങനെ ഉണ്ടാകുന്നത്. ഈ സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ട്, പോസ്റ്റ് സ്ട്രെസ് ഡിസോർഡേഴ്സ്, PTSD എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമുക്ക് അതിജീവിക്കാനുള്ള യോഗകളും മെഡിറ്റേഷൻസ്, തെറാപ്പി, യോഗയെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. പിന്നെ പോസിറ്റീവ് സൈക്കോളജി ഇങ്ങനെ വന്ന് ഇന്ന് മോഡേൺ ട്രെൻഡ് എന്താണ് പോസിറ്റീവ് സൈക്കോളജിയിൽ, വെസ്റ്റേണേഴ്സിന് വേറെ കാഴ്ചപ്പാടും ഈസ്റ്റേണേഴ്സിന് വേറെ കാഴ്ചപ്പാടും, ഇസ്ലാമിക് വേറെ, ഹിന്ദുയിസം, മോഡേൺ ട്രെൻഡ്, അതിലേതെല്ലാം കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ആയി വരുന്നു. നല്ല ഡീറ്റെയിൽ പഠിക്കാനുള്ള, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ, രസകരമായി പഠിക്കാനുള്ള ഒരു പേപ്പറാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്ലൈഡ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഉപയോഗിക്കാനുള്ളതുമാണ്. അത്യാവശ്യം എഴുതാനുണ്ടാകും ഈ പേപ്പർ. ഇതാണ് എനിക്ക് ഈ പേപ്പറുമായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ ഈ ഓപ്ഷൻ സെലക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ധാരണ ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹിയറിംഗ് മീ. എനിക്കറിയുന്ന കാര്യങ്ങൾക്ക് ഡൗട്ട് ചെയ്യാൻ ക്ലിയർ ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഹരിവ സാറേ നമസ്കാരം. നമസ്കാരം സാർ. പിന്നെ നമ്മൾ ഈ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുക അവര്? അനീഫ് സാറേ, നമുക്ക് ഡൗട്ട് നിസാം സാറിന്റെ കൂടെ കഴിഞ്ഞിട്ടാക്കിയാലോ? നോ പ്രോബ്ലം. നിസാം സാർ സാറിന് സ്ലൈഡ് വേണ്ടി വരില്ലേ? നിസാം സാർ ഉണ്ട് അവിടെ? നിസാം സാറ് പിന്നെ കൗൺസിലിംഗിനെ കൂടെ ഒന്ന് ചെയ്യൂ. നിസാം സാറിന് PPT ഉണ്ടോ, അതൊക്കെ കാണിച്ചാ പോരെ? അല്ല, PPT വേണമല്ല. ഞാനൊരു യാത്രയിലായതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ വരാത്തത്. ഓക്കെ, ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഈ MAPC എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് MA നെ പറ്റി ഏകദേശം ഒരു ഐഡിയ അനീഫ് സാർ തന്നിട്ടുണ്ട്. അതിൽ 3 പാർട്ടാണ് വന്നിട്ടുള്ളത്. ക്ലിനിക്കൽ, കൗൺസിലിംഗ്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഓർഗനൈസേഷൻ, ഒക്യുപ്പേഷൻ എന്നൊക്കെ വരുന്നത്. അതിൽ ഏറ്റവും മെയിൻ പാർട്ടാണ് കൗൺസിലിംഗ്, ക്ലിനിക്ക്. അതിലുള്ള ആളുകളാണ് ഈ 2 പാർട്ടാണ് ആളുകൾ സ്വീകരിക്കുക. കാരണം ഫ്യൂച്ചർ എന്തെങ്കിലും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമ്മുടെ ഫ്യൂച്ചർ കരിയറിന് വേണ്ടിയിട്ടും. അപ്പൊ ഇനി കൗൺസിലിംഗിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൈൻഡ് സ്പ്രിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് അല്ല ഈ ഒരു കൗൺസിലിംഗ് ബേസ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാക്ടിക്കൽ ലെവലുള്ള തിയറിറ്റിക്കൽ പ്ലസ് പ്രാക്ടിക്കൽ എങ്ങനെയാണ് ഒരാൾക്ക് കൗൺസിലിംഗ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു MAPC കോഴ്സ് കഴിഞ്ഞാൽ ധൈര്യത്തോടു കൂടി തന്നെ കൗൺസിലിംഗ് ഇറങ്ങണം. അപ്പോൾ അതിലൊരു ഫാക്കൽറ്റി ഞാനായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അതില് MAPC സെക്കൻഡ് ഇയർക്ക് നമുക്ക് 3 പേപ്പറാണ് തിയറിറ്റിക്കൽ പ്ലസ് പോസിറ്റീവ് സൈക്കോളജി അടക്കം 4 പേപ്പർ ഉണ്ടാവും. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ആദ്യം MPC 21 ആണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് സൈക്കോളജി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടാണ്. എങ്ങനെയാണ് ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി എടുക്കേണ്ടത്, എങ്ങനെയാണ് ബേസിക് ആയിട്ട് കൗൺസിലിംഗ് കാര്യം, ഡെഫിനിഷൻ, കോഴ്സുകൾ, നമ്മുടെ കൗൺസിലറുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, ഒരു തിയററ്റിക്കൽ അപ്രോച്ച് എങ്ങനെ ക്ലയന്റുമായിട്ട് നടത്താം, ഏത് തെറാപ്പി നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ ഈ ഒരു കൗൺസിലിംഗ് സമയത്ത് എന്താ പ്രാക്ടിക്കൽ എത്തിക്കലി ആയിട്ട് ഇഷ്യൂസ് എന്തൊക്കെയുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ആ ഒരു പേപ്പറിൽ വരുന്നത് പിന്നെ അഡോപ്റ്റ് ചൈൽഡ്, അതേപോലെ മറ്റു തരത്തിൽ ചൈൽഡുമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, അഡിക്ഷൻ, ആങ്സൈറ്റി സപ്പോർട്ട്, ഇതൊക്കെ ഫൈനൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമിന് ഏത് ചോദ്യങ്ങൾ വന്നാലും നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പസിൽ പേപ്പറാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന MPC 21 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പേപ്പറാണ് 22 MPC 22 അസസ്മെന്റ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഒരു കൗൺസിലിംഗ് നമ്മൾക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കേൾക്കുക, പറഞ്ഞ് മനസ്സിലാക്കുന്നതിനപ്പുറം ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കണം. അതിനെപ്പറ്റിയാണ് പ്രധാനമായിട്ടും ഒരു ഏത് അസസ്മെന്റ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഏത് സ്കെയിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഒരു ആൻസൈറ്റി വന്നാൽ ഏത് സ്കെയിലാണ്, ഏത് രീതിയിലാണ് അവരുടെ ഇന്റർവ്യൂ ചെയ്യുക, കേസ് ഹിസ്റ്ററീസ് ഏതൊക്കെ രീതിയിലാണ്, സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെ ഉപയോഗിക്കുക. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ക്ലയന്റിൽ വരുന്ന സംസാരിക്കുന്ന രീതിയാണ് പേഴ്സൺ സെന്റേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്ലയന്റിനെ കൊണ്ടുവരാം, എന്തൊക്കെ അസസ്മെന്റ് ടെക്നിക്കുകളാണ് ഉള്ളത്. പിന്നെ അതേപോലെ ഈ അസസ്മെന്റ് കാരിയർ ഗൈഡൻസ് നമുക്ക് ഈ കുട്ടികൾക്കിടയിൽ, അതേപോലെ അഡോൾസൻസിന്റെ അതിൽ, അതേപോലെ ഈ പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് 22 എന്ന് പറയുന്നത്. ഇനിയിപ്പോ 23ലേക്ക് വരുന്ന സമയത്ത്, കാരണം ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെയാണ്, നിങ്ങൾ അറിഞ്ഞത് കൊണ്ടായിരിക്കില്ല ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ 23 അതായത് ഇന്റർവെൻഷൻ ഇൻ കൗൺസിലിംഗ്. അപ്പോ ഏറ്റവും മേജർ ആയിട്ടുള്ള പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ചുകൾക്ക് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടൊന്നാണ് സൈക്കോ ഡൈനാമിക്. സൈക്കോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് സൈക്കോ ഡൈനാമിക് പഠിക്കാതെ ഒരാളും പോകില്ല. ഫാദർ പിന്നെ ഫ്രോയിഡ്, സൈക്കോളജിയുടെ ഒരു ഫാദർ, അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഒരു കേസ് വന്നാൽ സൈക്കോ ഡൈനാമിക് തെറാപ്പി എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇൻസൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് തെറാപ്പികൾ, പേഴ്സണൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിൽ ഏതൊക്കെ രീതിയിലാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് ഈ ഒരു തെറാപ്പി കൊണ്ട്. പിന്നെ സ്ട്രെസ് ഏത് രീതിയിൽ കുറയ്ക്കാം, പ്രോബ്ലം സോൾവിങ് എങ്ങനെ പഠിക്കാം, ഈ രീതിയിൽ CBT മുന്നോട്ട് പോകും. ഇപ്പൊ അടുത്തത് സൊല്യൂഷൻ ഫോക്കസ് ആണ്. ഈ ഒരു ക്ലയന്റിന്റെ പ്രശ്നം പരിഹാരം ഡയറക്റ്റ് ആയി തന്നെ പ്രസന്റ് പ്രോബ്ലം നോക്കിയിട്ട് എങ്ങനെയാണ് അത് പരിഹരിക്കുക. പിന്നെ ഫാമിലി തെറാപ്പികൾ, അതേപോലെ കപ്പിൾ തെറാപ്പികൾ, ഇങ്ങനെ പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റർവെൻഷൻ ഉണ്ടോ അത് പൂർണ്ണമായിട്ടും ഇവിടെ ഈ ഒരു 3 പേപ്പർ ചർച്ചകൾ ചെയ്യുന്നു. ഇതാണ് ടോട്ടലി നമുക്ക് തിയററ്റിക്കൽ പേപ്പർ എഴുതാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് MPC 24 പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസിന്റെ സമയം ഷെഡ്യൂൾ അറിയിക്കും. 2 ക്ലാസ് ഉണ്ടാവുക. അതിപ്പോ ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഡിപ്പെൻഡ് ഓഫ് യുവർ ടൈം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി സെന്ററിന്റെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. അത് 2 ദിവസം പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു റെക്കോർഡ് ചെയ്ത് തരും. 5 ടെസ്റ്റുകളോ 5 കേസുകളായിട്ടൊക്കെ ആയിരിക്കും തരിക നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 5 ടെസ്റ്റുകളായിരിക്കും. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു
അതിൽ അസസ്മെന്റ് ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേസോട് കൂടി എഴുതാൻ പറ്റുന്ന റെക്കോർഡുകളാണ് നമുക്ക് എഴുതാനുണ്ടാവുക. അപ്പൊ അത് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യുക. അത് വൈവ എക്സാം നടക്കും. അപ്പൊ ഇതിൽ ടോട്ടൽ 100+ മാർക്കാണ് വരിക. ഈ വൈവക്ക് 50 റെക്കോർഡ് വിത്ത് പ്രാക്ടിക്കൽ 50, അതേപോലെ ഫൈനൽ വൈവ വിത്ത് നിങ്ങളൊരു സബ്ജക്റ്റീവിനെ അവിടെ കൊണ്ടുപോകേണ്ടി വരും. കാരണം അവിടെ ചിലപ്പോൾ നിങ്ങൾ ആ അസസ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടെ ഒരാൾ കൊണ്ടുപോയിട്ട് ടോട്ടൽ ടുഗദർ നോക്കിയിട്ടാണ് മാർക്ക് കൺസിഡർ ചെയ്യുക. ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ട്. ഇനി MPC 25 ഇന്റേൺഷിപ്പ് ഉണ്ട്. ഈ ഒരു കൗൺസിലിംഗ് ക്ലിനിക്കലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കൗൺസിലിംഗിനുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് 240 hours ആണ് നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കലി ആയിട്ട് ചെയ്യേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ, അതായത് സ്കൂളിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അതേപോലെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് മേഖലയിലും നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇഗ്നോന്റെ അംഗീകാരമുള്ള ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു കൗൺസിലർ അവിടെ നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അപ്രൂവൽ ഇല്ലാതെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് അപ്രൂവൽ ആയി കിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അപ്രൂവൽ സിഗ്നേച്ചറും വാങ്ങി അവിടെ നിങ്ങൾ 240 hours ചെയ്തതിന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് RC ഉള്ളത്, അപ്പോൾ സ്റ്റഡി സെന്ററിലല്ല, പ്രാക്ടിക്കൽ സ്റ്റഡി സെന്ററിലാണ് നടക്കുക, ഇന്റേൺഷിപ്പ് RCയിലാണ് നടക്കുക. അപ്പൊ അവരൊരു ടൈം പീരീഡ്, ഇപ്പൊ നോർമൽ സ്റ്റേജിൽ ജനുവരി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ വരുന്നത് ഏകദേശം ജനുവരി സ്റ്റാർട്ട് ചെയ്ത് മെയ് ഏപ്രിലിന്റെ ഉള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ളിൽ കഴിഞ്ഞിട്ട് മിനിമം ഒരു 3 മാസം 240 hours എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഡെയിലി പോയി ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി ചെയ്യാം. പക്ഷെ എന്തായാലും ഒരു 2-3 മാസം എടുത്തിട്ട് നിങ്ങൾ ആ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോകണം. ആ രീതിയിലാണ് RC സബ്മിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഒരു വൈവ ഇന്റർവ്യൂവിന് നിങ്ങളെ വിളിക്കും. അപ്പൊ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഈ ഒരു ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതിയ ഒരു കോപ്പി നിങ്ങളെ കയ്യിൽ വെക്കണം. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന് വൈവ എക്സാമിന് പോവുക. അപ്പൊ അവിടുന്ന് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ടോട്ടൽ മാർക്ക് 100 ആണ് വരിക. 30+ ആണ് അവിടെ വൈവയ്ക്ക് വരിക. 70+ നിങ്ങൾ ഇന്റേൺഷിപ്പും നിങ്ങൾ റെക്കോർഡിൻ്റെതും എല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്കോർ വരിക. ടോട്ടൽ 40% ആണ് പാസിംഗ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. പിന്നെ MPT 26 and 46 ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് പ്രൊജക്റ്റ് ആണ്. 26, 46 മറ്റേ നമ്മുടെ ഹനീഫ സാർ വിശദീകരിച്ചിട്ടുള്ള പോസിറ്റീവ് സൈക്കോളജി. ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് സ്കില്ലാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു PG കഴിഞ്ഞ ഒരു PhDക്കോ ഒരു MPhil ഒക്കെ പോകണമെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് പണി ഉണ്ടാവും. അപ്പോൾ റിസർച്ച് ആയിട്ടും ലിറ്ററേച്ചർ ആയിട്ടും ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, അക്കാഡമിക് റൈറ്റിംഗ്, ഇതൊക്കെ നമുക്കൊരു ടെസ്റ്റിമോണിയൽ പോലെയാണ് ഈ ഒരു PGക്ക് നിങ്ങൾക്കൊരു പ്രൊജക്ട് തരുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് ഒരു എക്സ്പീരിയൻസും ആവും. പക്ഷെ ഇതിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ടോപ്പിക് തിരഞ്ഞെടുക്കണം. ആദ്യം നമ്മളൊരു സിനോപ്സിസ് തയ്യാറാക്കി എടുക്കണം. സിനോപ്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ടോപ്പിക്കാണോ തിരഞ്ഞെടുക്കുന്നത്, ഏത് വിഷയമാണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനാണ് സിനോപ്സിസ് എന്ന് പറയും. ആ സിനോപ്സിസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കാദമിക് കൗൺസിലർ അടുത്ത്, നിങ്ങൾ എവിടെയാണ് സ്റ്റഡി സെന്റർ, അയാളുടെ അപ്രൂവൽ വാങ്ങിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു കുട്ടികളുടെ സ്ട്രെസ് ലെവൽ പഠിക്കാം, ആങ്സൈറ്റി നോക്കാം, അതേപോലെ ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം, ഇമോഷൻ റെഗുലേഷൻസ് പരമായിട്ടുള്ള ഫാമിലി പ്രശ്നങ്ങൾ, ബിഹേവിയർ ഇഷ്യൂസ്, ഏത് ടോപ്പിക് നിങ്ങൾക്ക് വേണം തിരഞ്ഞെടുക്കാം. പക്ഷെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഞാൻ എന്താണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്, ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാനാണ്, ഏതൊക്കെ രീതിയിൽ ഡാറ്റ എടുക്കണം, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, സിനോപ്സിസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസിങ് വേണം. നിങ്ങൾ സ്റ്റഡി സെന്ററിൽ ആരാണോ ഉള്ളത് അവിടെ പോയി ഒരു സൂപ്പർവൈസറിന്റെ കീഴിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുക. ആ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പി നിങ്ങളെ കയ്യിൽ വെക്കും. സബ്മിഷൻ സമയത്ത് ഹാർഡ് കോപ്പിയാണ് അവിടെ കൊടുക്കുക, റീജിയൻ സെന്ററിലാണ് കൊടുക്കുക. അതിനുശേഷം ഒരു വൈവ ഉണ്ടാവും പ്രൊജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പോലെ തന്നെ. പക്ഷെ അവിടെ പ്രധാനമായിട്ടും വൈവയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു പ്രൊജക്ടിന്റെ കൺസെപ്റ്റ് എന്താണ്, ഏതൊക്കെ അസസ്മെന്റ് ടൂൾസുകളാണ് നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതേപോലെ എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇതിന്റെ സ്കോറും നമ്മൾ നേരത്തെ പറഞ്ഞത് മാർക്ക് അതേ 70+30 ആണ് വരിക. പാസിംഗ് മാർക്ക് 40% ആണ്. അപ്പൊ ഈ രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോ പോസിറ്റീവ് സൈഡ്, ഇനി പ്രൊജക്റ്റ് വേണ്ട, എനിക്ക് പ്രൊജക്ട് ചെയ്യാൻ താല്പര്യം, അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് പോസിറ്റീവ് സൈക്കോളജി. അത് ഒരു തിയറിറ്റിക്കൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്മിഷൻ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട സാധനം. ഇനിയിപ്പോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, അഡ്മിഷൻ ഒക്കെ എടുത്ത് എനിക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അതിന് ഒരുപാട് ക്യാഷ് ചെലവാന്നൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിന്റെ ഒരു അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹാൻഡ് റൈറ്റ് റിട്ടേൺ റിക്വസ്റ്റ് എഴുതി നിങ്ങളുടെ RCയിൽ 1200 രൂപ DD എടുത്ത് നിങ്ങൾ അവിടെ ഡയറക്റ്റ് ആയി, ഇപ്പൊ ഓൺലൈനിൽ ചെയ്യാം, പക്ഷെങ്കിൽ ബെറ്റർ അവിടെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. എന്നാൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു സമ്മർദ്ദം നിങ്ങളെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അത് മാറിക്കഴിഞ്ഞ സമയത്ത് എന്താ, ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കണം. കാരണം നമ്മൾ അസൈൻമെന്റ് റിപ്പോർട്ട് ചെയ്തു, ഈ ഒരു തിയറി പേപ്പർ പിന്നെ എഴുതി കഴിഞ്ഞു, എന്നിട്ട് നമ്മുടെ ഗ്രേഡ് കാർഡിലേക്ക് മാർക്ക് അപ് ടു ഡേറ്റ് ആവുന്നില്ല എന്നൊരു വിഷയം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താണ്, നമ്മൾ RC പോയി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ അപ് ടു ഡേറ്റ് ചെയ്തു. കാരണം ഇത് പറയാനുള്ള കാരണം ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം, ഇതേപോലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് പോസിറ്റീവിൽ നിന്നും അല്ല, ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പോസിറ്റീവ് മാറുന്ന കുട്ടികൾ അല്ല ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഓവറോൾ നമുക്ക് ഇവിടെ ഈ ഒരു കൗൺസിലിംഗുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ എല്ലാവരും? പിന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ടും ഇന്റേൺഷിപ്പുമായിട്ടും എല്ലാവിധ സപ്പോർട്ടുകളും അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല, പക്ഷെ എങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം ഹെൽപ്പ്, ആ ടീം അങ്ങനത്തെ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു അഡ്വൈസർ എന്ന നിലയിൽ ഞങ്ങളുടെ ഹെൽപ്പ് എല്ലാ ഭാഗത്തും ഈ ഒരു അക്കാദമിയുടെ കൂടുതൽ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതാണ് എനിക്ക് കൗൺസിലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു പ്രൊജക്ട്, ഒരു നല്ലൊരു ഫ്യൂച്ചർ PhD ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ പ്രൊജക്ട് സെലക്ട് ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. റഫീഖ് സാർ, ഇനി നമ്മൾ ഈ നെറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തൂടെ ഫുവാദ് ഭായി? അതിന് ശേഷം നമുക്ക് ക്വസ്റ്റൻസിലിംഗ് ഫുവാദ് ഉണ്ടോ? ഫുവാദ് സാർ ഉണ്ട്. ഒന്ന് ഗുഡ് ഈവനിങ്. ഓക്കെ സാർ, താങ്ക് യു സാർ. നിസാർ സാർ, താങ്ക് യു. ഓക്കെ, സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സാർ. ഓക്കെ, നമുക്ക് നാളെ ഇതേ സമയത്ത് 8 മണിക്ക് നെറ്റുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ വിശദമായിട്ട് വിശദീകരിക്കും, നെറ്റിന്റെ സാധ്യതകളെ കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയണം, നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ. നെറ്റ് വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ഒരു എക്സാമാണ്. ഈ എക്സാമിലൂടെ നമുക്ക് 3 തരത്തിലുള്ള അവസരങ്ങളാണ് കിട്ടുക. ഒന്ന് ടീച്ചിങ് മേഖലയിലേക്കുള്ള അവസരം, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മേഖലയാണ് റിസർച്ച് മേഖല. നമുക്ക് PhD ഉണ്ടായി കഴിഞ്ഞാൽ PhD വെച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാനും ഗവൺമെന്റ് ഫെലോഷിപ്പോട് കൂടി ഏകദേശം 45,000 രൂപ വരെ മാസത്തിൽ കിട്ടുന്ന രീതിയിൽ 5 വർഷത്തേക്ക് നമുക്ക് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ട് നമുക്ക് കിട്ടും. ഇതിന്റെ ബേസിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു മേഖല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയ ONGC, IOCL, BHEL, DRDO എന്നൊക്കെ പറഞ്ഞാൽ കേട്ടണല്ലോ. ഇത്തരം ഓർഗനൈസേഷനിലേക്ക് MA+ നെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഇത് മെയിൻ ആയിട്ട് റിക്രൂട്ടിംഗ് പേഴ്സണലായിട്ട്, റിസർച്ച് മേഖലയായിട്ട് ഇത്തരം മേഖലയിലേക്കാണ് എന്ത് ചെയ്യാം, റിക്രൂട്ട് ചെയ്യാം. ഇതിന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യുക നെറ്റിന്റെ ഷോർട്ട് ലിസ്റ്റ്, നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ 3 മേഖലയിലേക്ക് നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവസരമുണ്ട്. നെറ്റിന് മെയിൻ ആയിട്ട് ബാക്കി വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ വിശദീകരിക്കാം. നെറ്റിന് മെയിൻ ആയിട്ട് 2 പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 അതിൽ റിസർച്ച്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കുറച്ച് മാത്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. സെക്കൻഡ് പേപ്പറിൽ നമ്മളെ സൈക്കോളജിയിലെ നമ്മൾ ഇഗ്നോന്റെ മെറ്റീരിയൽ ഏകദേശം 85 to 90% മെറ്റീരിയലും അത് തന്നെയാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ മെറ്റീരിയലും സെക്കൻഡ് ഇയർ മെറ്റീരിയലും അതിൽ സോഷ്യൽ സൈക്കോളജി, റിസർച്ച്, അങ്ങനെ കുറെ പേഴ്സണാലിറ്റി തിയറീസ്, ഇങ്ങനെ ഒരുപാട് കാര്യം, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്,
ഇങ്ങനെ കുറെ സാധനങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും. ഡിസംബറിലും ജൂണിലും ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഈ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം അവസരമുണ്ട്. ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇഗ്നോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്റ്റൻസ് മേഖലയിൽ MA സൈക്കോളജി ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ഒരുപാട് ചർച്ചകളും കൺസേൺസ് ഒക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് ഇപ്പോ NCAHP ആക്ട്, UGCയുടെ കഴിഞ്ഞ വർഷം വന്ന റെഗുലേഷൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ബാധിക്കും, സൈക്കോളജിസ്റ്റ് ആകാൻ കഴിയോ, പിന്നെ നമുക്ക് എങ്ങനെ അവസരം ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാളത്തെ വെബിനാറിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്താണ് NCAHP ആക്ട്, UGC റെഗുലേഷൻ എന്താണ്. ശരിക്ക് ഇഗ്നോ എന്ന് പറയുന്നത് UGC റെഗുലേഷൻ പ്രകാരം ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, MA സൈക്കോളജി ഓഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷവും ഇഗ്നോ സൈക്കോളജി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോ ആണോ മുകളില്, UGC നെറ്റ് ആണോ, UGC ആണോ മുകളില്, NCAHP ആക്ട് ആണോ, ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മളെ ഇഗ്നോയുടെ PG സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉള്ളിലൊതുക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്ത് ചെയ്യാം, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അപ്പൊ ഇപ്പോ ഒരു ബേസിക് ആയിട്ട് നെറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് ഇത്ര മാത്രം, ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. അനീഫ് സാർ. റഫീഖ് സാർ, മുസദ് സാർ ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ ക്ലിനിക്കൽ കൗൺസിലിംഗ് ഈ 2 പേപ്പറും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ HR മേഖലയ്ക്കുള്ള ഇൻഡസ്ട്രിയൽ സൈക്കോളജി പൊതുവേ പഠിതാക്കൾ കുറവായതുകൊണ്ട് നമ്മൾ ആ വിഷയം ഏറ്റെടുക്കുന്നില്ല. കാരണം ആൾ കുറവുമ്പോൾ പിന്നെ അത് ഇഫോർട്ട് നിങ്ങൾക്കറിയില്ല. കഴിഞ്ഞ വർഷം ഞങ്ങളെ കൂടിയവർക്ക് അറിയാൻ പറ്റും നമ്മൾ എടുക്കുന്ന ഇഫോർട്ടിന് അത്ര ഇത് കിട്ടില്ല എന്ന് എഴുതിയിട്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചവർ ആരൊക്കെ ഞങ്ങളെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയിക്കുക. കാരണം നേരത്തെ ക്ലാസ് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ റിലാക്സ് ആയിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകാനും മാത്രമല്ല റിവിഷൻ പെട്ടെന്ന് എക്സാമിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് തീർത്ത് ഈ വിഷയത്തിൽ നല്ലൊരു തറോ നോളജ് ഉണ്ടാക്കാം. ഇങ്ങനെ ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഡീറ്റെയിലായി പഠിക്കൽ അനിവാര്യമാണ്, എന്നാലാണ് നമുക്കൊരു ഓവറാൾ പിക്ചർ കിട്ടുള്ളൂ. എന്നാൽ എക്സാമിന് ആ പഠനം മതിയാവില്ല, എക്സാം പോയിന്റിൽ തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ റിലാക്സായി നമുക്ക് വിഷയങ്ങളൊക്കെ പഠിക്കാൻ ജനുവരി ഒരു 10 ആകുമ്പോൾ പഠനം ക്ലാസ് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങൾ പഠനം ഇങ്ങനെ ഇതിൽ പോകാം. നിങ്ങളിഷ്ടം പോലെ കേട്ടോ. താല്പര്യമുള്ളവർ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് വരുന്ന കുറച്ച് ഏർലി ബേർഡ്സ് ഓഫറൊക്കെ ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുസദ്ദിഖ് സാറോ റഫീഖ് സാറോ പറയും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിസാഫ് സാറോ ഞാനോ റഫീഖ് സാറോ മുസദ്ദിഖ് സാറോ ഫഹദോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതുവരെ കേട്ടതിൽ നന്ദി. താങ്ക് യു. റഫീഖ് സാർ പ്ലീസ്. മുസദ്ദിഖ് സാർ. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരു വിശദമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തതുപോലെ തന്നെ നമ്മുടെ വിശദമായിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ലൈവ് ക്ലാസ് തന്നെയായിരിക്കും. പല സ്ഥാപനങ്ങളും പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പ്രീ റെക്കോർഡ് ആയിരിക്കില്ല, നമ്മൾ ലൈവ് ക്ലാസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ചാപ്റ്ററുകളും ഓരോ സബ്ജക്റ്റുകളും ഫിനിഷ് ചെയ്യാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കുന്നു എന്നുള്ള ഒരു ലൈവ് എക്സ്പീരിയൻസ് തന്നെ നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയറിന് ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പിന്നെ സെക്കൻഡ് ഇയറും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു വീക്കിൽ 4 സബ്ജക്റ്റുകൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം 2 സബ്ജക്റ്റ് ആയിരിക്കും ഒരു മാസം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത 2 സബ്ജക്റ്റ് അടുത്ത 2 മാസം, അങ്ങനെ ഓരോ മാസം 2 സബ്ജക്റ്റ് വെച്ചായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യുക. അങ്ങനെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മളിപ്പം തീരുമാനിച്ചിട്ടുള്ളത് പെർ പേപ്പർ 1000 രൂപയാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 1000 രൂപയിലാണ് നമ്മൾ ഇത് ഫീ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ MPC 46 നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കണ്ടന്റുകളും കൂടുതലുള്ളതും ചാപ്റ്റർ വൈസുകൾ കൂടുതലുള്ളതും, അതുപോലെ തന്നെ മറ്റുള്ള പേപ്പറൊക്കെ 50 മാർക്കിനാണെങ്കിൽ MPC 46 എന്നുള്ളത്
100 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. മറ്റുള്ള പേപ്പറുകൾ 2 മണിക്കൂറാണ് എക്സാമിന് ഉണ്ടാവുകയെങ്കിൽ MPC 4060 എന്നുള്ളത് അത് 3 മണിക്കൂർ എക്സാം ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പേപ്പറിന് നമ്മൾ 1500 ആണ് നമ്മൾ ഫീ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാം കൂടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഏർലി ബേർഡ് ഓഫറും എന്നുള്ള ഒരു രൂപത്തിലും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നതായിരിക്കും. എന്തായാലും നമ്മളൊരു നിശ്ചിതമായ വളരെ തുച്ഛമായ ഒരു ഫീ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ ഫോം ഫോർവേഡ് ചെയ്യും. നിങ്ങൾ ഏത് മേഖലയാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ക്ലിനിക്കൽ ആണെങ്കിൽ ക്ലിനിക്കൽ, അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾ അവിടുന്ന് ഓരോ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതും അവിടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുസദ്ദിഖ് സാറെ, ഫീസിന്റെ സ്ട്രക്ചറിൽ 1250 ഫീസ്, 25% ഡിസ്കൗണ്ട്, അങ്ങനെ 1000 അങ്ങനെയാണോ, അതോ എന്തോ ഒരു തന്നെയല്ലേ? അല്ല, നമ്മള് പറഞ്ഞത് 1000 രൂപയാണ് മറ്റുള്ള 3 പേപ്പറിന്. നമ്മളെ MPC 46-ന് 1500 ആണ്. അതിൽ 25% ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 1250 ആയിരിക്കും അതിന് മാത്രം. അപ്പൊ ടോട്ടൽ 4 പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് 4250 ആയിരിക്കും ഉണ്ടാകുക. പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് റെക്കോർഡ് വേർഷനുകളാണ് നൽകുന്നത്. അതൊരു നിങ്ങൾക്ക് അത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കോർഡുകൾ നൽകും, പക്ഷെ നമ്മൾ ലൈവ് ക്ലാസ് എടുത്തതിന് ശേഷം ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്കാണ് ലൈവ് ക്ലാസ് കൊടുക്കുന്നത്, അതിന്റെ റെക്കോർഡുകൾ കൊടുക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ ചിലപ്പോൾ അതിൽ ലേസി ആവാനാണ് സാധ്യത. അങ്ങനെ പ്രീ റെക്കോർഡ് ഉണ്ടാകുന്ന അവസരത്തിൽ ലേസി മൈൻഡിലേക്ക് മാറുകയും ലൈവ് ക്ലാസ് കേൾക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഇല്ല. എന്തായാലും നമ്മൾ ലൈവ് ക്ലാസ് ആകുമ്പോൾ നമ്മളെ കൂടെ തന്നെ സഞ്ചരിച്ച് നമ്മൾ ആ ഒരു ചാപ്റ്റർ വൈസ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് അത്രയും ക്ലിയർ ആയിട്ട് അതിന്റെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകൾക്ക് കിട്ടില്ല എന്നുള്ളത് ഷുവറാണ്. പിന്നെ നമ്മളെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൂടെ ചേർന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ കൊടുത്തിരിക്കുന്ന നോട്ട്സുകൾ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ, അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സുകളുമാണ്. ആ ഒരു നോട്ട്സ് പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് മോർ ദാൻ 80% മാർക്ക് വാങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള നോട്ട്സുകളും ക്ലാസ്സുകളും ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയെ കുറിച്ച് വിശദീകരിച്ചല്ലോ. ഇതിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പൂർണ്ണമായിട്ടും തെറാപ്പിയാണോ വരുന്നത്? നിസാബ് സാറ് പോയോ? ഇവിടെ ഉണ്ടോ? ഇല്ല, ഈ ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് തമ്മിലൊരു ചെറിയൊരു ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് ക്ലിനിക്കൽ എടുക്കുമ്പോൾ അതില് പ്രധാനമായിട്ടും നമ്മൾക്ക് മാനസികമായിട്ടുള്ള എല്ലാ മെന്റൽ ഇൽനെസിനെ പറ്റി ഒരു ഷോർട്ട് ബ്രീഫ് ആണ് തരുന്നത്. അതേ സമയത്ത് കൗൺസിലിംഗിൽ ഇതിന്റെ ഏകദേശം ഐഡിയ അവിടെയും തരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുക ഇന്റർവെൻഷൻസ് ആണ്. അതേസമയത്ത് നിങ്ങൾ ക്ലിനിക്കൽ എടുക്കുന്ന സമയത്ത് അവിടെ ഇന്റർവെൻഷൻ കുറച്ച് തെറാപ്പി ബേസ് ആണെങ്കിൽ അവിടെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ആ ഈ പേപ്പറിൽ കിട്ടിക്കോളണമെന്നില്ല. എല്ലാ മേജർ ഡിസോർഡറിനെ കുറിച്ചും DSM, ICD-10, 11 കുറിച്ച് വ്യത്യസ്തമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ക്ലിനിക്കലിൽ കിട്ടും. അതേ സമയത്ത് അത് ഹൗ ടു മൂവ് ആപ്ലിക്കേഷൻ ലെവൽ എന്നുള്ള ആ പ്രോഗ്രസിലേക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൗൺസിലിംഗ് പോകണം. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. പക്ഷെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് കഴിഞ്ഞാലോ ക്ലിനിക്കൽ കഴിഞ്ഞാൽ അത് മറ്റു തരത്തിൽ ഷോർട്ട് കോഴ്സുകൾ ഇത് കഴിഞ്ഞിട്ട് PG കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും, കൂടുതൽ അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു PG എടുക്കുന്ന സമയത്ത് MAPC നമ്മുടെ ഈ ഒരു ഇഗ്നോന്റെ ഈ പുസ്തകങ്ങളിൽ ഒന്നും ഡീപ്പായിട്ട് എവിടെയും പറയുന്നില്ല. പക്ഷെ ഈ ഒരു അക്കാദമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടത് നമ്മൾ മാക്സിമം ഡീപ്പായിട്ട് തന്നെ ക്ലിനിക്കൽ ലെവലിലാണെങ്കിലും കൗൺസിലിംഗ് ലെവലിലാണെങ്കിലും ഡീപ്പായിട്ട് തന്നെ ക്ലാസ്സുകൾ നിങ്ങളുമായിട്ട് ഡിസ്കഷൻ
ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിന് മാത്രമായിട്ട് പഠിക്കുന്നില്ല, നമുക്കൊരു കരിയറും കൂടി ഉണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങളൊക്കെ വർക്കിംഗ് ആയിരിക്കും എല്ലാവരും, ഇപ്പൊ ഞാനടക്കം വർക്കിംഗ് ആണ്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പി ജി, ഇപ്പോ തേർഡ് പി ജി എടുത്ത ഒരാൾക്കാരുണ്ടാവും, ഫോർത്ത് പി ജി എടുക്കുമ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ആളുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നത് ഇപ്പോ മുസദ്ദീഖ് സാർ പറഞ്ഞതുപോലെ ലൈവ് സെഷനിൽ വന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊണ്ടുപോകുക, CBT എങ്ങനെയാണ്, RBT എന്താണ്, DBT എന്താണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് വന്നിട്ട് ക്ലിനിക്കലാണ്. ചിലപ്പോ ഈ ഒരു ഏത് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എന്ത് അവയർനെസ് ആണ് ക്ലിനിക്കൽ പാർട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്, തെറാപ്പി ബേസ് കിട്ടാറ്. അതേപോലെ കൗൺസിലിംഗ് എടുക്കുന്ന ആളുകൾക്ക് എല്ലാ ഡിസോർഡറിനെ പറ്റിയിട്ടും എല്ലാ മെന്റൽ ഇൽനെസിനെ പറ്റി അവിടെ നിങ്ങൾക്ക് ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ അവിടെയും ഇവിടെ വ്യത്യസ്തമാകുന്നില്ല. പക്ഷെങ്കിൽ കുറച്ച് ഡീപ്പ് ഡിസോർഡറിനൊക്കെ ക്ലിനിക്കിലും ഡീപ്പ് ഇന്റർവെൻഷൻ കൗൺസിലിംഗിലുമാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അതിന്റെ ഓക്കെ. കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ളത്, പിന്നെ നിങ്ങൾ ക്ലിനിക്കലും കൗൺസിലിങ്ങും സെലക്ട് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്ലിനിക്കൽ എടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആരും ക്ലിനിക്കൽ എടുക്കരുത് കേട്ടോ. അതായത് ക്ലിനിക്കൽ നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം എന്ന് പറയുന്നത് നമുക്കൊരു RCA ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ. ആ RCA ലൈസൻസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്, നമ്മൾ ഈ PG കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നമ്മൾ ഒരു 1 ഇയർ ഒരു ഡിപ്ലോമ എടുക്കണം. ആ ഡിപ്ലോമ എന്ന് പറയുന്നത് ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ഡിപ്ലോമ എവിടെയും ഇല്ല. അത് നമ്മൾ പിന്നെ ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് പഠിച്ചു കൊണ്ടുള്ള ഒരു ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ MPhil 3 വർഷത്തെ MPhil ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ RCA ലൈസൻസ് കിട്ടാനുള്ള ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയിലൂടെ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമും കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് RCA ലൈസൻസ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സെറ്റപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. മറിച്ച് നിങ്ങൾക്ക് ക്ലിനിക്കൽ എടുത്താലും കൗൺസിലിംഗ് എടുത്താലും അത് ഈ ഒരു മാസ്റ്റർ ഡിഗ്രി ഫിനിഷ് ആയതിനു ശേഷം നിങ്ങൾ അത് കരസ്ഥമാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ആസ് എ കൺസൾട്ടന്റ് സൈക്കോളജി എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വിത്തൗട്ട് RCA ലൈസൻസ്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതെ, ഇത് ചുരുക്കി പറഞ്ഞാല് ഒരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക്, അങ്ങനെ ഒരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൗൺസിലിംഗ് എടുക്കാം. അതോടൊപ്പം ഒരു ക്ലിനിക്ക് തുടങ്ങി അങ്ങനെ ഒരു രോഗത്തെക്കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓരോ രോഗത്തെയും അതിന്റെ ഇതും തെറാപ്പികളും അങ്ങനെയൊക്കെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം ആഗ്രഹിക്കും. അവസാനം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആവാന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കൽ എടുക്കലായിരിക്കും അവർക്ക് ഇപ്പൊ തന്നെ നല്ലത്. ക്ലിനിക്കൽ എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി എടുത്തതിന് ശേഷം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് വിത്തൗട്ട് RCA ലൈസൻസ് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു പിന്നെ മാസ്റ്റർ ഡിഗ്രി മാത്രമേ ആവശ്യമുള്ളൂ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്ലിനിക്കൽ എടുക്കാതിരുന്നാൽ അവിടെ നമ്മൾ വാല്യൂ കുറച്ചൊന്ന് കുറയും. അതായത് നമ്മൾ വെറും ഒരു കൗൺസിലിംഗ് എടുത്തെങ്കിൽ അവിടെ ഒരു സൈക്കാട്രിസ്റ്റ് ആ ഫീൽഡിലേക്ക് എത്തുമ്പോൾ അതിന് വാല്യൂ കുറയും. നേരെ മറിച്ച് കൗൺസിലിംഗ് ഫീൽഡിലും മറ്റേക്ക് തിളങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ കൗൺസിലിംഗ് എടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ക്ലിനിക്കൽ എടുക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരു മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലായത്. നിങ്ങൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എനിവേ ക്ലിനിക്കൽ ആകുമ്പോൾ ഒന്നും കൂടി ഡീപ്പ് സ്റ്റഡി ഉണ്ടാവും. അതോടൊപ്പം കൗൺസിലിംഗ് മേഖലയും കൂടെ ടച്ച് ചെയ്യുന്നുണ്ട്. റഫീഖ് സാർ പറഞ്ഞപ്പോൾ വാക്കൊന്ന് മാറിയിട്ടുണ്ടാവും. ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് സൈക്യാട്രിസ്റ്റ് അല്ല, അത് വേറെയാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത് സാർ. അതെ അതെ അതെ. ക്ലിനിക്കൽ സൈക്കോളജി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൗൺസിലിംഗ് ഫീൽഡിലേക്ക് മാറാൻ പറ്റില്ല അല്ലേ? പറ്റും, ഒരു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെരിഫറൽ ആയിട്ടാണ്, അതാർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഡീപ്പായ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചവർക്കാണ് നന്നാകുക. ക്ലിനിക്കൽ സൈക്കോളജി ഒരു മാനസിക രോഗങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ കൗൺസിലിംഗ് ആകുമ്പോൾ അത് മാത്രമല്ല, അതിലേക്ക് ആഴങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും മറ്റു മേഖലകളും, ഫാമിലി ഇഷ്യൂസ്, സ്കൂള്, പഠനം, അങ്ങനെ ജനറിക്കായ ഇന്നത്തെ കാലത്ത് എപ്പോഴും കൂടുതൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നതാണ് കൗൺസിലിംഗ്. അത് കുറച്ചുകൂടി ഉള്ളോട്ട് പോകുമ്പോൾ, പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായി പോകുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ആയിരിക്കും ഒന്നുകൂടി നല്ലത്. എന്തായിരുന്നാലും ക്ലിനിക്കൽ സൈക്കോളജി എന്ന പേര് വെക്കണമെങ്കിൽ RCAയുടെ അപ്രൂവലൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മളടുത്ത് വരുന്ന ആൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിൾ കേസുകളൊക്കെ ഉള്ളൂ, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ അവിടെ കൗൺസിലിംഗേ ആവശ്യമുള്ളൂ.
ആ സമയം അത് കുറച്ച് കൂടുതൽ ഇങ്ങനെ പോയിട്ട് ആകെ ഒരു സങ്കീർണതയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കുറച്ചുകൂടി ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കി അത് ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ അറിയാനൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി നന്നാകും. ഓക്കെ, ഇതാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിനിക്കൽ ചെയ്താക്ക് കൗൺസിലിംഗ് ചെയ്യാൻ ആ പേപ്പർ കുറച്ച് വായിച്ചുണ്ടാക്കിയാൽ ശരിയാവും എന്നാണ് മനസ്സിലാക്കുന്നത്. കൗൺസിലിംഗ് ചെയ്താക്ക് ക്ലിനിക്കൽ എടുക്കൽ കുറച്ച് ടഫായിട്ട് വീണ്ടും പഠിക്കണം. ICD DSM ഒക്കെ പഠിച്ചെടുക്കാൻ ഒന്ന് റിസ്ക് എടുക്കേണ്ടി വരും. പ്രവർത്തന മേഖല കൗൺസിലിങ്ങിനാണ് കൂടുതൽ ഉണ്ടാകുക. കൗൺസിലിംഗിന് RCA സർട്ടിഫിക്കറ്റ് വേണ്ട അല്ലേ? എന്താ കേട്ടില്ല? ഈ ഒരു കൗൺസിലിംഗ് RC എന്ന് പറയുന്നത് നമുക്ക് PG കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് ഈ ഒരു ക്ലിനിക്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾ കൺസൾട്ടന്റ് സൈക്കോളജിയിലെ ഇനി ക്ലിനിക്കൽ ആയാലും കൗൺസിലിംഗ് ആണെങ്കിൽ പോലും അതല്ല, ഈ ഒരു പ്രോസസ്സിങ് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? അതായത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അസസ്മെന്റ് ചെയ്യാനുള്ള ലീഗലി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അതിന് ക്വാളിഫിക്കേഷൻ അല്ല. അതേ സമയത്ത് അയാൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞ് നിങ്ങൾ അയാളോട് സംസാരിച്ച് കൗൺസിലിംഗ് എന്നതിൽ എന്തൊക്കെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് നമുക്ക് റെഫർ ചെയ്യാം. അവിടെ നിങ്ങൾ ഒരു അസസ്മെന്റ് ടൂൾസ് ഉപയോഗിക്കാൻ പാടില്ല, ഓൺലി കൗൺസിലിംഗ് മാത്രം. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൗൺസിലിംഗ് എടുത്താലും ക്ലിനിക്കലി എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു പൊസിഷൻ മാത്രമാണ്. അത് നിങ്ങൾ പിന്നെ ഈ ഒരു ഹോസ്പിറ്റലൈസിലൊക്കെ സ്വന്തമായിട്ട് ക്ലിനിക് എല്ലാ അസസ്മെന്റ് ടൂൾസും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിപ്പോ കൗൺസിലിംഗിലാണെങ്കിൽ പോലും നമുക്ക് RC ലൈസൻസ് വേണം. മേജർ ആയിട്ടുള്ള ഡിസോർഡറും കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ബിഹേവിയർ ഇഷ്യൂസും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അസസ്മെന്റ് ടൂൾസ് ഉപയോഗിക്കണമെങ്കിൽ RC ലൈസൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ട് ഒന്നുകിൽ ഇപ്പോൾ ഒരു ഡിപ്ലോമ 1 year ഒരു 1.5 year ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കേരളത്തിൽ ഒരു വർഷത്തിൽ ഒരു 200 സീറ്റൊക്കെ ഉണ്ടാവും ഒരു വിൻഡോയില്, അഡ്മിഷൻ വിൻഡോയില്. മലയാളികൾ കിട്ടാൻ പൊതുവെ പ്രയാസമാണ്. അപ്പോ അതൊക്കെ ചെയ്ത് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് വെച്ചിപ്പോ ഇപ്പോഴേ വെറീഡ് ആവണ്ട. അതൊക്കെ നമുക്ക് ലൈഫ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ ഒരു പഠനത്തോട് ജോലിയോട് കൂടെ തന്നെ അതിന്റെ മുന്നോട്ടൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഇതാണ് ക്ലിനിക്കലാണ് കൗൺസിലിംഗ്. നിങ്ങൾക്ക് ഒരു വിഷയവും ഏതെടുത്തു കഴിഞ്ഞാലും പക്ഷെ അവയർനെസ്, സബ്ജക്ട് ബേസ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ? അയാൾ കൗൺസിലിംഗ് മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ, ക്ലയന്റ് എന്താണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ. എന്നാൽ മാത്രമല്ല നമുക്കൊരു ഇന്റർവെൻഷനിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടെ ക്ലിനിക്കലും വരുന്നുണ്ട്, കൗൺസിലിംഗും വരുന്നുണ്ട്. ഇതാണ് തമ്മിലെ വ്യത്യാസം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലേക്ക് നമുക്ക് നാളത്തെ ചർച്ചയിലേക്ക് പോകാൻ തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിനെ കുറിച്ച് ഓക്കെ, ഇനി ഇപ്പൊ ഒരു അവസരം നമുക്ക് സുനൈനെ കൊടുക്കാം. സുനൈനെ കുറെ നേരമായിട്ട് കൈപോക്കുന്നു. എനിക്ക് ചോദിക്കാണ്ടായിരുന്നത്, നമുക്ക് സെക്കൻഡ് ഇയറിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്നുകിൽ പ്രോജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി തിയറി പേപ്പർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താ വ്യത്യാസം? ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് എടുക്കാതെ പോസിറ്റീവ് സൈക്കോളജി എടുത്തോണ്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ മറ്റേത് എടുത്തോണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? അല്ല, ഫ്യൂച്ചറിൽ ബെനിഫിറ്റുകളേ ഉള്ളൂ. നിങ്ങൾ പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു PhD ഒരു MPhil ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോളി. അപ്പോ അവിടെ ഈ ഒരു ടേം ആയിരിക്കും, ഈ ഒരു മെത്തഡോളജി ആയിരിക്കും പൂർണ്ണമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. ആരെയാണ് കാണേണ്ടത്, എന്തൊക്കെ പ്രോസസ്സിങ്ങിലേക്ക് പോകണം എന്നുള്ളത്. അതേ സമയത്ത് പോസിറ്റീവ് സൈക്കോളജി എടുത്താൽ കഴിഞ്ഞാൽ ഇതിനൊന്നും പോകണ്ട. സാധാരണ ഒരു തിയററ്റിക്കൽ പേപ്പർ എഴുതുന്നത് പോലെ തന്നെ പഠിച്ച് എഴുതുക എന്നുള്ളത് മാത്രമേ തമ്മിൽ ബെനിഫിറ്റ് കൂടുതൽ പ്രൊജക്റ്റിനാണ്. പക്ഷെ കുറച്ച് റിസ്ക് എടുക്കണം. ആളെ വേക്കിൽ സൂപ്പർവൈസറെ കണ്ടുപിടിക്കണം. അവിടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ നിസാർ സാർ. എന്റെ ഒരു ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത് ഞാൻ പ്രൊജക്ട് അല്ല എടുത്തത്, പോസിറ്റീവ് സൈക്കോളജി ആണ്. അപ്പൊ പ്രൊജക്ട് എടുത്തവരോട് എക്സ്പീരിയൻസ് ചോദിച്ചപ്പോ പറഞ്ഞത്, പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അത് PG കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പൊ അത് ബ്രേക്ക് ആവാത്ത രീതിയിൽ നമ്മൾ നല്ലോണം റിസ്ക് എടുക്കണം പ്രൊജക്ട് എടുക്കുമ്പോ. അതന്നെ ഞാൻ പറഞ്ഞത്, അത് അതിന്റെ ബാക്കിൽ നടക്കണം. ബാക്കിൽ കുറച്ച് നല്ല റിസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ PG കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് സൈക്കോളജി എടുക്കലായിരിക്കും നല്ലത്. ഇനി നല്ല റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയ ആള് പ്രൊജക്ട് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം.
എന്നാൽ അതിന്റെ കൂടെ ഒന്നുകൂടെ ഓക്കെ. ആഡ് ചെയ്യട്ടെ. നമ്മൾ കരിയർ വൈസ് നോക്കുകയാണെങ്കിലും പ്രൊജക്ട് എടുത്താലായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുക. അതായത് നമ്മളിപ്പോ ഈ ഒരു മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ നെറ്റൊക്കെ എടുത്ത് നമ്മളൊരു കോളേജിന്റെ പ്രൊഫസറായിട്ട് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും പ്രൊജക്ട് ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം കോളേജിൽ നമ്മളൊരു പ്രൊഫസർ അല്ലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഓൾറെഡി ഒരു പ്രൊജക്ട് ചെയ്ത ഒരു ആളാണെങ്കിൽ നമുക്ക് കുട്ടികളെയും കൂടി ഗൈഡൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. മറിച്ച് നമ്മൾ ഇവിടെ ഈ ഒരു തിയറി പേപ്പറാണ് എടുത്തതെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഫസറായിട്ട് പോയതിന് ശേഷം നമുക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഫസ്റ്റിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രൊജക്ട് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. അത് നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രശ്നം. അതായത് നമ്മൾ പ്രൊജക്ട് എടുത്തപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സെക്കൻഡ് ഇയർ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെന്ററുകൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഗൈഡുകളുടെ ഒരു ലിസ്റ്റ് തരും. ഒരു ഗൈഡിന് 10 കുട്ടികളെയാണ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടേമില്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ ഗൈഡിനെ കിട്ടിയില്ല എങ്കിൽ പിന്നെ അവസാനം നമുക്ക് ഗൈഡ് കിട്ടാതെ വരികയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു ലാഗായിട്ട് പോയിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു ഡിഗ്രി തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മറിച്ച് പ്രൊജക്ട് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല, അതിൽ ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും പ്രൊജക്ടിനെ ചെറുതായി കാണണ്ട. പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത് സാധാ ഒരു തിയറി പേപ്പർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് 100 മാർക്കിനായിരിക്കും അതിന്റെ മാർക്ക്. സാധാ തിയറി പേപ്പർ പോലെ തന്നെ നമ്മൾ 20ഓളം ചാപ്റ്റർ അതിനെ പഠിക്കുന്നു, അതിന് സാധാ എക്സാം എഴുതുന്നത് പോലെ 3 മണിക്കൂർ എക്സാം എഴുതുന്നു. അതാണ് അതിന്റെ ഒരു വശം എന്നുള്ളത്. ഇത് കൂടി മനസ്സിലാക്കുക. അപ്പൊ പ്രോജക്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ടീച്ചിങ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണോ പ്രൊജക്ട് കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ? പ്രൊഫസർ സൈക്കോളജിയിൽ PhD ചെയ്യാൻ റിസർച്ചിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രൊജക്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം റിസർച്ചിൽ ചെയ്യേണ്ട ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, ഈ സാധനങ്ങളൊക്കെ പ്രൊജക്ട് നിങ്ങൾ കുറേ ചെയ്യേണ്ടി വരും. പ്രൊജക്ടിന്റെ പ്രശ്നം നേരത്തെ മറ്റുള്ള 2 സാറുമാർ പറഞ്ഞ പ്രകാരം തന്നെ ഇതിനെ ഒരു ഗൈഡിനെ കിട്ടുക, സിനോപ്സിസ് കൊടുക്കുക, അതിൻ്റെ അപ്രൂവൽ വാങ്ങുക, ആ പ്രോസസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ ഇഗ്നോ സിസ്റ്റം മാതിരി കുറച്ച് ഡിലേ ആയിട്ട് പോകും. എല്ലാവരും നിങ്ങളൊക്കെ കോഴ്സ് പൂർത്തീകരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ റിസ്ക് എടുത്ത് തലകറങ്ങി നിങ്ങൾ അങ്ങനെ റിസ്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി മറ്റുള്ളവർക്ക് മേലെയായിരിക്കും. കാരണം നിങ്ങളൊരു PhDക്ക് പോകുമ്പോൾ അവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇല്ല, നിങ്ങൾ പോസിറ്റീവ് സൈക്കോളജി കഴിഞ്ഞ് PhDക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്നും ഈ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പൂർത്തീകരിക്കുക നമുക്കിപ്പോ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആണോ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഹയർ ലെവൽ PhD ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഉണ്ടായാൽ നല്ലതാണ്. മസ്റ്റ് അല്ല, പക്ഷെ അന്നുണ്ടാകുന്ന റിസ്ക് കുറെ കുറയും. നമ്മൾ നീന്തി കുളിച്ച കുളത്തിൽ തന്നെ നീന്താൻ വലിയ സിമ്പിൾ ആണെന്ന് അറിയായിരിക്കും. ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി സെലക്ട് ചെയ്താലും നമുക്ക് PhD ചെയ്യാം ഫ്യൂച്ചറിൽ അല്ലേ? ചെയ്യാം. PhD ചെയ്യാൻ നെറ്റ് ഇതുണ്ടായ പോലെ, JRF ഉണ്ടായ പോലെ, അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ നെറ്റ് മാത്രം മതിയല്ലോ. നമുക്ക് പോസിറ്റീവ് സൈക്കോളജി എടുത്തത് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ പ്രോഗ്രാമിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അതായത് നമുക്ക് നെറ്റ് ആവട്ടെ, JRF ആവട്ടെ, PhD ആവട്ടെ, ഇതിന് നമുക്ക് മാസ്റ്റർ ഡിഗ്രി വേണമെന്നേ ഉള്ളൂ. അതിന് പ്രൊജക്ട് എടുത്തോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എടുത്തോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. നമ്മളുടെ കയ്യിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എങ്കിൽ നമുക്ക് നെറ്റും എഴുതാം, JRF എഴുതാം, അല്ലെങ്കിൽ PhDയും ചെയ്യാം. അതിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. മാസ്റ്റർ PG 55% വേണം ജനറൽ കാറ്റഗറി. OBC മറ്റുള്ളവരാണെങ്കിൽ 50% വേണം. ഡിഗ്രിയിൽ പൊതുവേ കിട്ടും, പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നല്ലോണം ശ്രമിക്കണം. നെറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് മിനിമം 50 വേണം ഓവറോൾ മാർക്ക്. ഒരു കാര്യം പറയട്ടെ അനീസ് സാറേ, ഹലോ പറഞ്ഞോളൂ. നമ്മള് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിലുള്ള പല ഭാഗങ്ങളും നെറ്റിന്റെ സിലബസിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എടുക്കുകയാണെങ്കിൽ എക്സാം എളുപ്പമായിരിക്കും, നെറ്റിന്റെ എക്സാം എളുപ്പമായിരിക്കും. അതിലുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും നെറ്റ് എക്സാമിന്. പ്രൊജക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പ്രൊജക്ട് മാത്രമല്ല, പ്രൊജക്ട് PhD ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ, നെറ്റ് എക്സാമിന് ഉപകാരപ്പെടില്ല. നെറ്റ് എക്സാമിന് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എടുക്കണമാവും കുറച്ചുകൂടെ നല്ലത്. ഒരു സംശയം ചോദിച്ചോട്ടെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രാക്ടിക്കലും അതേപോലെ ഇന്റേൺഷിപ്പും ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതേ നാട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ?
പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും നിങ്ങൾ ഡയറക്റ്റ് അവിടുത്തെ നമ്മുടെ സെന്ററിൽ തന്നെ ചെയ്യണം. അത് നിങ്ങൾ വിദേശത്തായാൽ അതിനനുസരിച്ച് നിങ്ങൾ അത് വന്നിരിക്കണം, അത് നിർബന്ധാട്ടോ. അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിനും പ്രാക്ടിക്കൽ ഉണ്ട്, സെക്കൻഡ് ഇയറിനും പ്രാക്ടിക്കൽ ഉണ്ട്, സെക്കൻഡ് ഇയറിന് ഇന്റേൺഷിപ്പും ഉണ്ട്. അത് നമ്മൾ ആ ഒരു കൃത്യസമയത്ത് തന്നെ, ആ വിളിക്കുന്ന സമയത്ത് തന്നെ പോവലായിരിക്കും ബെറ്റർ എന്നുള്ളത്. കാരണം നമ്മുടെ ഇപ്പം JDT പോലത്തെ നമ്മുടെ സെന്ററുകൾ അവർ ഒരു പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഒരു നെക്സ്റ്റ് നമുക്കൊരു ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റിസ്ക് ആയിട്ട് വരും. പിന്നെ അവരെ ഒരു റിസ്ക് അല്ല, അവരെ ഫസ്റ്റ് നമുക്കൊരു ഡേറ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിസ്ക് തീർന്നു, അതോടെ റിസ്ക് തീർന്നു. പിന്നെ